ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇന്ന് പകൽക്കാലം സംസാരിച്ചൊരു വചനം ഇങ്ങനെയാണ്. कि परमेश्वर की आत्मा ने पासवान से इस प्रकार आज बात किया. നാം ദൈവത്തിന്റെ കൈയുടെ പണിയാണ്. आमेन हालेलुया. हम परमेश्वर के हाथों का रचना है. When we say that God is our creator, जब हम कहते हैं कि परमेश्वर हमारा सृष्टिकर्ता है, created us with a purpose. उसने हमें एक योजना के साथ क्रिएट किया है. ദൈവം സൃഷ്ടികർത്താവാണെന്ന് പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ചത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. जब हम कहते हैं परमेश्वर सृष्टि करता है तो परमेश्वर ने उद्देश्य के साथ सृष्टि किया है. ഞാൻ അതുകൊണ്ട് തന്നെ ആ വചനം ഇങ്ങനെ സെർച്ച് ചെയ്യാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഇത് സംസാരിച്ചപ്പോൾ जब परमेश्वर की आत्मा ने बात किया तो मैं उसे खोजने लगा ഞങ്ങൾ കർത്താവ് നിന്റെ കൈയുടെ പണിയാ. कि परमेश्वर हम तेरे हाथ के रचना है. നമ്മളെ പണിതുകൊണ്ടിരിക്കുക. परमेश्वर हमें बना रहा है. मैं ഓരോരുത്തരെ ദൈവം പണിയാൻ ഒത്തിരി സമയം എടുക്കും. कि हर एक को परमेश्वर को बनाने में समय लगता है. ദൈവത്തിന് ഹല്ലേലൂയ ബാക്കി എല്ലാത്തെയും ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. परमेश्वर को सब कुछ सृष्टि करने के लिए उसको सिर्फ जबान से कहना था. പക്ഷെ മനുഷ്യനെ ഉണ്ടാക്കാൻ, लेकिन इंसान को बनाने के लिए, listen me, ध्यान से सुनिए, God hallelujah he took time. परमेश्वर ने समय लिया. ശരിയാണോ ഞാൻ പറഞ്ഞത്? सही है कि नहीं? ഭൂമണ്ഡലത്തെ മുഴുവൻ ഉണ്ടാക്കാൻ ഒറ്റ വാക്ക് ഉണ്ടാകട്ടെ. Within a fraction of second. हमें पूरी सृष्टि को बनाने के लिए उसने सिर्फ एक फ्रैक्शन ऑफ सेकंड सिर्फ बोला होने दे. ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലാത്തതിൽ നിന്ന് शून्यता से സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു ചേർത്തു. ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, ഉണ്ടാകട്ടെ. शून्यता से सब कुछ जैसे है वैसे उसने बोल के बुला के लाया. ഒന്ന് ഇമാജിൻ ചെയ്തേ, एक बार सोच के देखिए, ഒരു ബിഗ് ബാങ്. ഹല്ലേലൂയ. एक बहुत बड़ा ദൈവത്തിന്റെ വായിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നൊരു ശബ്ദം ഉണ്ടായപ്പോൾ ഒരു ബിഗ് ബാങ്. ഹല്ലേലൂയ. कि परमेश्वर जबान से जब आया होने दे. അതിനാണ് ഈ സയൻസ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. इसके लिए साइंस कहते हैं बिग बैंग थियरी. അവർ പറയുന്ന ഒരു ബിഗ് ബാങ് ആണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതെന്ന്. वो कहते हैं बिग बैंग से पूरा सृष्टि हुआ है. ബിഗ് ബാങ്ങിന്റെ പിന്നിലുള്ള കൊട്ടാര കൊടുത്തെന്ന് അവർക്ക് അറിയത്തില്ല. लेकिन उन्हें नहीं पता है डोल किसने बजाया. ശരിയല്ലേ? सही है कि नहीं? ബാങ് ഉണ്ടായി, പക്ഷെ അത് എവിടുന്ന് ഉണ്ടായി? आवाज हुआ लेकिन कहां से हुआ? ശബ്ദം ഉണ്ടാകട്ടെ എന്ന്. एक आवाज की होने दे. ദൈവത്തിന്റെ ആ വാക്കിന് എന്തൊരു പവർ ആണെന്ന് അറിയാമോ? परमेश्वर को शब्द में कितनी शक्ति है. വചനത്തിന്റെ ശക്തിയാ. आमेन हालेलुया. वचन की शक्ति है. വചനം ആരാണ്? वचन कौन है? വചനത്തിന് ബൈബിളിൽ വിളിക്കുന്ന പേരാണ് ലോഗോസ്. ഹല്ലേലൂയ. वचन को बाइबल में बुलाते हैं लोगोस. ലോഗോസിന്റെ ശക്തിയാണ്. लोगोस की शक्ति है. ആ ലോഗോസ് ആരാണ്? वो लोगोस कौन है? ഈ വചനം പറഞ്ഞു ये वचन कहता है അത് യേശുക്രിസ്തുവാണ്. वो यीशु मसीह है. അപ്പോൾ ശക്തി പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഹല്ലേലൂയ. शक्ति पावर क्या है? ലോഗോസ് വചനത്തിന്റെ ശക്തി. वचन की शक्ति. ഒരു സെക്കൻഡ് കൊണ്ട് സകലതും ഉണ്ടാകുക. एक सेकंड से सब कुछ हो गया. ഒരു മാറ്റർ ഭൂമിയിൽ ഇല്ലായിരുന്നു, പദാർത്ഥം ഭൂമിയിൽ ഇല്ലായിരുന്നു, പ്രപഞ്ചത്തിൽ ഇല്ലായിരുന്നു. कोई भी वस्तु पृथ्वी में नहीं था. യൂണിവേഴ്സിൽ ഒരു പദാർത്ഥവും ഇല്ലായിരുന്നു. यहाँ कोई भी एक पदार्थ नहीं था. ഈ പദാർത്ഥ സിദ്ധാന്തം പറയുന്നത്, പദാർത്ഥ സിദ്ധാന്തം, ये जो मैटर्स जो पदार्थ सिद्धांत जो कहता है, ഹല്ലേലൂയ, മാറ്ററിനെ അല്ലെങ്കിൽ പദാർത്ഥത്തെ ഉണ്ടാക്കാൻ ഒക്കത്തില്ലെന്ന്. वो कहते हैं कि जो पदार्थ है जो मैटर है उसे बना नहीं सकता, ഡിസ്ട്രോയ് ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. उसे ना नाश कर सकता. ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാറ്റർ cannot be destroyed nor be matter cannot be created nor be destroyed. ഉണ്ടാക്കാനും ഒക്കത്തില്ല, ഹല്ലേലൂയ, ഡിസ്ട്രോയ് ചെയ്യാനും ഒക്കത്തില്ല. इस प्रकार हमने सीखा है जो पदार्थ है ना उसको उत्पन्न किया जा सकता है ना उसे नाश किया जा പിന്നെ ഈ सकता है. പ്രപഞ്ചം മുഴുവൻ തന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായത്? फिर पूरा जो ये जो यूनिवर्स अपने आप कैसे हुआ? ഒക്കത്തില്ല, नहीं हो सकता. ഉണ്ടാകാൻ ഒരു സോഴ്സ് വേണം അല്ലേ? वो होने के लिए एक श्रोता ഇത് चाहिए. എത്തിസത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ये एथिज्म का सबसे बड़ा നമ്മൾ पराजय है. ആരെങ്കിലും ദൈവം ഇല്ല എന്ന് പറയുന്നവരോട് ചെന്ന് ചോദിക്കുക, എങ്ങനെ ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായി? അവരോട് ഇത് തന്നെ ഉണ്ടായതെന്ന് പറയും. ഹല്ലേലൂയ. अगर कोई हमसे कहते कि परमेश्वर नहीं है तो हमसे पूछते पूरे सृष्टि कैसे हुआ तो बोलते अपने आप हुआ. അതാ സയൻസ് എന്ന് പറയും. वो है साइंस. പക്ഷെ സയൻസ് എന്താ പറയുന്നത്? लेकिन साइंस क्या कहता മാറ്റർ है? cannot be created nor be destroyed. वो कहते हैं कि पदार्थ जो है ना उत्पन्न किया जा सकता ना उसे नाश किया जा सकता ഇത്രയും है. മാറ്റർ അവിടെ നിന്നുണ്ടായി. फिर इतने सारे पदार्थ आए कहां പിന്നെ से? സയൻസ് പറയുന്ന ഒരു കാര്യം, फिर साइंस कहता है but it can be converted, transformed from one form to another form. इस प्रकार है कि पदार्थ जो है एक रूप से दूसरे रूप में जा सकता है. മാറ്റർ അതിന് ചിലപ്പോൾ എനർജിയായി മാറാൻ സാധിക്കും. जो पदार्थ है वो कभी शक्ति बन सकता है. വിറക് മാറ്റാണ്. വിറക് കത്തിച്ചാൽ തീ ഉണ്ടാകും, തീയിൽ നിന്ന് ചൂട് വരും, അത് എനർജിയാണ് അല്ലേ? कि जो लकड़ा है, लकड़ा एक पदार्थ है, उसे जलाएगा तो उसमें से गर्मी होगा, अग्नि होगा, उसे एनर्जी मिलेगा. എനർജിയെ മാറ്ററാക്കി മാറ്റാൻ പറ്റുമോ?
क्या उस शक्ति को फिर से तुम पदार्थ बना सकते हो? മാറ്ററിനെ എനർജി ആക്കുന്ന ഒത്തിരി ഉദാഹരണം നമുക്കറിയാം അല്ലേ? कि जो पदार्थ को शक्ति बनाने की बहुत सारी चीजें हमें पता है മാറ്ററിനെ എനർജിയാക്കി മാറ്റുന്ന, വിറകിനെ കത്തിച്ച് എനർജിയാക്കി മാറ്റി, कि लकड़ी को जलाया और शक्ति बनाया, ചൂട് കിട്ടി, गर्मी मिला, വെളിച്ചം കിട്ടി, എനർജി, प्रकाश मिला। പക്ഷെ വെളിച്ചത്തെയോ ചൂടിനോ തിരിച്ചു വിറകാക്കി മാറ്റാൻ പറ്റുമോ? क्या उस प्रकाश को फिर से गर्मी और लकड़ी बना सकते हैं? ഇതിന്റെ റിവേഴ്സ് അല്ലേ? और रिवर्स है, അതാണ് പ്രപഞ്ച സൃഷ്ടി സംഭവിച്ചത്. वो है सृष्टि में हुआ। ദൈവത്തിന്റെ ഒറ്റ വാക്ക്, परमेश्वर के एक शब्द, ആ വാക്കിന്റെ ശക്തി അല്ലെങ്കിൽ എനർജി, പവർ, ഹല്ലേലൂയ, वो शब्द का जो शक्ति है, ഈ എനർജി മാറ്ററായിട്ട് മാറിയെന്ന് വിശ്വസിക്കാൻ जो പറ്റുമോ? शक्ति है वो पदार्थ बन गया। आमेन, ഈ हालेलुया। വചനത്തിലെ എല്ലാ കാര്യത്തിനും സയന്റിഫിക്കലി എക്സ്പ്ലനേഷൻ ഉണ്ട്. कि वचन की हर एक बात को साइंटिफिकली एक्सप्लेन किया जा ഞാൻ सकता പറഞ്ഞു है। വരുന്നത് ദൈവത്തിന് ഇതെല്ലാം സൃഷ്ടിക്കാൻ कि मैं कह रहा हूं कि परमेश्वर सब कुछ सृष्टि करने के लिए സെക്കൻഡ് എടുത്തില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉളവായി. उस क्षण पर भी नहीं लगा, होने दे कहा तो हो गया। പക്ഷെ മനുഷ്യനെ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതൊന്നല്ല മനുഷ്യൻ. इंसान होने दे कहा तो वैसे हुआ नहीं है। മനുഷ്യനെ इंसान എങ്ങനെ സൃഷ്ടിച്ചത്? इंसान को कैसे When बनाया? God created man, जब hallelujah, परमेश्वर ने इंसान की सृष्टि की, അവൻ മണ്ണ് എടുത്തു. उसने मिट्टी लिया। മണ്ണെന്ന് പറഞ്ഞാൽ എന്താ? मिट्टी का अर्थ क्या है? Everybody say raw material. वो एक रॉ मटेरियल है। God used a raw material for the creation of humankind. कि Hallelujah. परमेश्वर ने एक रॉ मटेरियल इस्तेमाल किया इंसान को बनाने के raw लिए। material എടുത്തു, മണ്ണിനെ എടുത്തു. वो मिट्टी को लिया। അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, इसके लिए भजन संहिता में നീ कहता है, ഞങ്ങളുടെ സൃഷ്ടി അറിയുന്നു, तू जानता हमारा सृष्टि कैसा है, ഞങ്ങൾ പൊടി എന്നുള്ളത് അവിടുന്ന് അറിയുന്നു. तू जानते हैं कि हम धूल है। നമ്മുടെ raw material എന്തുവാ? हमारा रॉ मटेरियल क्या है? മണ്ണാണ്. मिट्टी है। നമ്മുടെ ശരീരം നോക്കിക്കേ, हमारे शरीर में देखो, ഇതിന്റെ കളർ എന്തുവാ? इसका कलर क्या है? മണ്ണോട് ചേർത്ത് വെച്ചാൽ മണ്ണിന്റെ കളർ അല്ലേ? कि अगर मिट्टी से मिला दो तो मिट्टी का रंग है। ആദം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മണ്ണിന്റെ കളർ ഉള്ളവൻ അല്ലേ, ചുമന്നവൻ എന്നാണ് അർത്ഥം. आदम का अर्थ जो है मिट्टी का रंग जो है, ആദമിന് അങ്ങനെ പേര് കിട്ടിയത് മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് മണ്ണിന്റെ കളർ ഉള്ളതുകൊണ്ട് ചുമന്നവൻ. कि आदम को मिट्टी से लिया था, मिट्टी का रंग था बोल के बोला। പാസ്റ്റർ നമുക്കൊക്കെ പല കളറാണല്ലോ എന്ന്. बोले आप बोले हमें तो बहुत सारे अलग अलग कलर है, ഭൂമിയിലെ മണ്ണിനും പല കളറാണ്. कि मिट्टी को भी अलग अलग रंग है। ആണോ? है कि नहीं? ചിലടത്തെ മണ്ണ് നല്ല ചുമന്ന മണ്ണാ, किधर का मिट्टी बहुत लाल है, ചിലര് നല്ല ചുമന്ന ആൾക്കാരാ, कुछ लोग बहुत रेड है, ചിലടത്തെ മണ്ണ് കറുത്ത മണ്ണ് കണ്ടിട്ടില്ലേ? कुछ मिट्टी काला रहता है। കോട്ടൺ ഒക്കെ വളരുന്ന സ്ഥലങ്ങളുണ്ട് അല്ലേ? കോട്ടന് ഏറ്റവും നല്ല ബെസ്റ്റ് മണ്ണെന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണ്. कि कॉटन का जो सबसे अच्छा कापूस के लिए सबसे अच्छा मिट्टी जो काला है, അപ്പൊ വെളുത്തവരോ? तो जो सफेद है, ഈ മുൾട്ടാനി, എന്താ മുൾട്ടാനി മിട്ടി അല്ലേ, അതൊക്കെ വാരി മുഖത്തിടത്തില്ലയോ? നല്ല വെളുത്ത കളർ ഇല്ലയോ? ഹല്ലേലൂയ. मुल्तानी मिट्टी जो चेहरे पे डालते हैं तो पूरा सफेद है। റോ മെറ്റീരിയൽ മണ്ണാണ്. कि रॉ मटेरियल जो है मिट्टी है, നമ്മളെ മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്. हमें मिट्टी में से बनाया। ഇന്നലെ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ നോക്കിയിട്ട് പറഞ്ഞു മണ്ണിന്റെ കറക്റ്റ് കളറാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. कि पासवान निकल घर पे बैठ के बोला मिट्टी का सही का रंग है। ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ഉണ്ടാക്കിയത് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉണ്ടാക്കുകയല്ലായിരുന്നു. ദൈവം മെനക്കെട്ടു. ഹല്ലേലൂയ. परमेश्वर ने ऐसे होने दे बोल के नहीं बनाया, परमेश्वर ने मेहनत किया, മെനക്കെട്ടുണ്ടാക്കിയതാ. परमेश्वर ने मेहनत करके बनाया। ദേവദാസൻ പറഞ്ഞു ഒത്തിരി ടെസ്റ്റിംഗ് ചെയ്തല്ലേ? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കൈ വരുന്നതെന്ന് അറിയാമോ? एक जब पदार्थ बनता है, प्रोडक्ट बनता है, कितना सारा टेस्ट होते हैं उसके അല്ല, ऊपर। ചുമ്മാ അത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരികയില്ല. ऐसे बना के लाते नहीं है, ആയിരക്കണക്കിന് അതിന്റെ പീസസ് ഉണ്ടാക്കി പലരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചല്ലേ? कि हजारों पीस बना के बहुत सारे लोगों से टेस्ट ഒരു करके, സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ എന്ത് ടെസ്റ്റിംഗ് കഴിയും? एक सॉफ्टवेयर बनाने के बाद कितने टेस्ट करते हैं। സോഫ്റ്റ്വെയറിന്റെ ബീറ്റാ വേർഷൻ എന്നൊക്കെ. ബീറ്റാ വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ടെസ്റ്റിംഗ് നടക്കുന്നതേ ഉള്ളൂ അല്ലേ? कि बीटा वर्जन होता है, बीटा वर्जन का मतलब कि उसका टेस्टिंग चल रहा है। അത് ഒത്തിരി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡീബഗിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ ഒറിജിനൽ വേർഷൻ വെളി വരുന്നത്. उसका पूरा टेस्ट होने के बाद उसका ओरिजिनल वर्जन അപ്പൊ आता है। എന്തെങ്കിലും ബീറ്റാ വേർഷൻ ഉപയോഗിക്കുന്നെങ്കിൽ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ കുഴപ്പം അതിനകത്ത് കാണാൻ സാധ്യത ഉണ്ട്. ഹല്ലേലൂയ. यदि बीटा वर्जन तो समझते हैं उसमें कुछ ना कुछ तो कमियां होगा। ഇതുപോലെ തന്നെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്, ക്രിയേറ്റ് ചെയ്തത് സമയമെടുത്താണ്. उसी प्रकार परमेश्वर ने इंसान को भी समय लेके बनाया। സൂര്യനെ ഉണ്ടാക്കാൻ സമയമെടുത്തില്ലെന്ന്. सूरज को बनाने के लिए समय नहीं हुआ, ജ്യോതിർഗോളങ്ങളെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ ഉണ്ടാക്കാൻ സമയമെടുത്തില്ലെന്ന്. कि हजारों जो तारा है, करोड़ों, उनको बनाने के लिए समय नहीं लिया। പക്ഷെ എന്നെ നിങ്ങളെ ഉണ്ടാക്കാൻ ഒത്തിരി സമയമെടുത്തു. लेकिन मुझे और आपको बनाने के लिए समय लिया। മണ്ണ് എടുത്തു, मिट्टी उठाया, പിന്നെ പറഞ്ഞതിനെ കുഴച്ചെന്ന്. उसके बाद उसे मिलाया। Can you imagine that?
क्या आप जरा सोच सकते हो ഏതിന് ദൈവം മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുകയാണെന്ന്? कि परमेश्वर मिट्टी को बना रहा था? ഇപ്പൊ എല്ലാം ഷോർട്ട് കട്ടിന്റെ സമയമല്ലേ? अभी सब शॉर्टकट का समय है। എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, എളുപ്പം പണി എളുപ്പം ചെയ്യാൻ അല്ലേ? हर एक चीज को फटक से करने के लिए कुछ ना कुछ तो औजार रहता है। ഹല്ലേലൂയ. പണ്ട് ചെയ്യേണ്ട പണിയൊക്കെ ഇപ്പൊ സെക്കൻഡ് വെച്ച് ചെയ്ത് തീർക്കും. पहले जो समय लगता था अभी क्षण भर में हो जाता है। മെഷീൻ കണ്ടുപിടിച്ചേക്കുക. हमने मिशन बनाया है उसके ദൈവത്തെ लिए। സംബന്ധിച്ചിടത്തോളം മണ്ണ് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. മണ്ണ് എന്ന് കുഴയണമെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ അന്നേരം മണ്ണ് കുഴയാൻ തുടങ്ങും. कि परमेश्वर को मिट्टी घोलने की जरूरत नहीं, तो जस्ट मन में सोचे तो अपने आप होता था। പക്ഷേ എന്റെ നിന്റെ സൃഷ്ടിയിൽ ദൈവം ഷോർട്ട് കട്ട് എടുത്തില്ല. आमेन हालेलुया। लेकिन मेरे और आपकी सृष्टि में परमेश्वर ने कोई भी शॉर्टकट नहीं लिया, കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ क्योंकि परमेश्वर ने जो हमें सृष्टि किया, ഏതൊരു മാനുഫാക്ചർക്ക് അവന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡ്രീം ഉണ്ട്, कि हर एक उत्पाद को जो अपना एक प्रोडक्ट बनाने में एक ड्रीम ഒരു रहता है, वो था ആഗ്രഹമുണ്ട്, एक इच्छा था, ഒരു പർപ്പസ് ഉണ്ട്. एक पद्धति था। അതുപോലെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു, उसी प्रकार परमेश्वर के दिल के अंदर एक बहुत बड़ा एक योजना ഒരു था, ഡ്രീം ഉണ്ടായിരുന്നു. एक सपना था। ഞാൻ ഈ വാക്യം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ मैं एक आयत जब ढूंढ रहा था, ഞാൻ എഴുന്നേറ്റതാ മുട്ടുകുത്തിയത് ഇവിടെ. ഹല്ലേലൂയ. इसके लिए मैं जरा घुटने टेक रहा था। കാരണം എന്തെന്ന് ചോദിച്ചാൽ कारण क्या था? എനിക്ക് ദൈവശബ്ദം കേൾക്കണമായിരുന്നു. मुझे परमेश्वर की आवाज सुनना था। കർത്താവ്, ഞാൻ നിന്റെ ബനാവട്ട, ഞാൻ നിന്റെ സൃഷ്ടിയാ. परमेश्वर मैं तेरा बनावट है, मैं तेरी सृष्टि हूँ। I am a hallelujah work of God. हर एक जो मुंह खोल के बोला, मैं परमेश्वर की हाथ का रचना हूँ, ഞാൻ ദൈവത്തിന്റെ ഒരു വർക്കാണ്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്, मैं परमेश्वर का एक रचना है। मुंह खोल के बोलो, ദൈവത്തിന്റെ ഒരു ക്രിയേഷൻ, ഒരു സൃഷ്ടിയാണ് ഞാൻ. मैं परमेश्वर का एक सृष्टि हुआ, मैं Created with a purpose. कि मुझे उत्पन्न किया हुआ एक पद्धति के साथ। സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ जब मैं ढूंढ रहा था, സങ്കീർത്തനത്തിലെ ഒരു വാക്യം കണ്ടു. वचन संहिता में एक वचन ആ मिला। വാക്യം ഇങ്ങനെയാണ്, वो वचन इस प्रकार है മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? ഹല്ലേലൂയ. कि इंसान को तू याद करने के लिए वो क्या है, മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? कि इंसान को तू याद करने के लिए वो മനുഷ്യന് क्या എന്ത് है, ക്വാളിറ്റിയാ ഉള്ളത്? कि इंसान में क्या गुण है। ഇന്ന് ഭൂമിയുടെ മുഖത്ത് 8 ബില്യണിൽ അധികം ആളുകൾ അധിവസിക്കുന്നുണ്ട്. आज पृथ्वी में 8 बिलियन से ज्यादा लोग हैं, 1.5 ബില്യണിൽ അധികം ആളുകൾ ഇന്ത്യയിൽ വസിക്കുന്നുണ്ട്. कि 1.5 बिलियन से ज्यादा लोग इंडिया में हैं। ഇതിനകത്ത് ഞാൻ എന്തുവാ? ഒന്നുമല്ല. उसमें मैं क्या है? मैं कुछ भी नहीं हूँ। മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? इंसान को तो याद करने के लिए वो നീ क्या है? സൃഷ്ടിച്ച സൂര്യചന്ദ്രന്മാരുടെ സൗന്ദര്യം നോക്കിയാൽ, अगर तू जो सृष्ടി किया, जो सूर्य चंद्र का सृष्टि का അങ്ങനെയാണോ सौंदर्य ആ देखे, സങ്കീർത്തനം പറയുന്നത്? उसी प्रकार वो നീ वचन कहता है, ഉണ്ടാക്കിയ നക്ഷത്രങ്ങളെ നോക്കിയാൽ, अगर तूने जो बना तारों को देखे, നീ ഉണ്ടാക്കിയ ഈ അത്ഭുതകരമാകുന്ന ബ്രഹ്മാണ്ടത്തെ നോക്കിയാൽ, अगर तूने जो बनाया ब्रह्मांड को तू देखे, മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് എന്ത്? तू इंसान को क्यों याद करेगा? സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുക, भजन संहिता में എന്താ കർത്താവേ എനിക്ക് ഗുണമുള്ളത്? परमेश्वर मुझ में गुण क्या है? ചോദിക്കുക സങ്കീർത്തനക്കാരൻ. वो सवाल पूछता है। ദൈവം മറുപടി പറഞ്ഞാൽ എന്ത് പറയുമെന്ന് അറിയാമോ? परमेश्वर उत्तर क्या देगा? ദൈവം പറയും, परमेश्वर എടാ ഈ कहेगा, സൂര്യചന്ദ്രന്മാരെയൊക്കെ ये सूरज चंद्र जो है, ഞാൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ मैं जब बना होने ഒരു देगा, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഉണ്ടായതാണ്. एक फ्रैक्शन ऑफ सेकंड में वो क्षण भर में പക്ഷേ बन गया। നിന്നെ ഞാൻ अब मैं हाथ धारा I invested my time, hallelujah, for your creation. लेकिन मैंने मेरा समय तुझे ये बनाने में डाला है, സമയമെടുത്ത് നിന്നെ ഉണ്ടാക്കിയതാണ്. तुझे समय लेके बनाया है। നിങ്ങളൊരു ചോദ്യം ചോദിച്ചേ, तुम जरा सवाल पूछो, ഷോർട്ട് കട്ടിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനത്തിന് വലിയ കിമ്മത്തുണ്ടോ? ഉണ്ടോ? क्या जो शॉर्टकट में जो बनता है उसके लिए कोई कीमत है क्या? ഏത് സാധനത്തിന്റെയും വില കൂടുന്നത് कोई भी चीज का जो वस्तुओं का कीमत बढ़ता है, മാനുഫാക്ചർ ചെയ്യാനുള്ള റോ മെറ്റീരിയൽ എന്താണ്? उसका रॉ मटेरियल क्या है? ശരിയാണോ പറഞ്ഞത്? सही है कि അത് नहीं? ഉണ്ടാക്കാനുള്ള ടൈം എന്താണ്? उसको समय कितना लगेगा? റോ മെറ്റീരിയൽ വളരെ വില കുറവാ കേട്ടോ. वो रॉ मटेरियल बहुत सस्ता है, എടുത്താ ഉണ്ടാക്കിയത്. मिट्टी से बनाया, ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു. बहुत था। അന്ന് മണ്ണിന്റെ മക്കൾ വാദം ഒന്നും ഉള്ള സമയമല്ല. तभी मिट्टी कम ऐसा कुछ नहीं ഇതെന്റെ था। മണ്ണ് അത് നിന്റെ മണ്ണെന്നുള്ള സമരങ്ങളൊന്നും വന്നില്ല. आज ये नहीं थे मेरी मिट्टी है तेरी मिट्टी है, മനുഷ്യൻ ഇല്ലാത്ത കാലത്ത് तभी इंसान था ही എല്ലാ नहीं। മണ്ണും ദൈവത്തിന്റെ സ്വന്തമായിരുന്ന आमेन കാലത്ത് हालेलुया, सारी मिट्टी परमेश्वर खुद അതിൽ का था, നിന്ന് ദൈവം കുറച്ചെടുത്ത് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി. उसमें से कुछ परमेश्वर उठा के इंसान को പക്ഷേ बनाया, മനുഷ്യൻ ആ മണ്ണിന് വേണ്ടി ഇന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാ. और आज उस मिट्टी के लिए इंसान क्या है? झगड़ा कर रहे हैं। ഹലോ, മണ്ണ് വില കുറഞ്ഞ മണ്ണ, വിലയൊന്നുമില്ല. मिट्टी बहुत सस्ता था। നമ്മൾ ചില കടയിൽ ചെന്നിട്ട് പറയും, हम किसी दुकान में जाके कहेंगे, അയ്യോ ഹല്ലേലൂയ, ഇത്ര സസ്തയായിട്ടുള്ള സാധനം വെച്ച ഇത് ഉണ്ടാക്കുന്നത്. ये कितना सस्ता चीज से बनाता പക്ഷെ है, ബില്ല് നോക്കിക്കേ,
बिल देखो, ഭയങ്കര ബില്ല്. बहुत बड़ा बिल है, ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ये मान नहीं सकता. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഒരു ദുക്കാനിൽ പോയി. ഞങ്ങള് पासवान पिछले हफ्ते एक दुकान में गया, അവിടെ ഞങ്ങൾ വഴിയെ വന്നപ്പോൾ ഭയങ്കര ക്രൗഡ് കണ്ടു. हमने बहुत भीड़ देखा रास्ते में. ഞങ്ങൾ വലിയ ക്രൗഡ്, ഒരു കടയുടെ വെളി ഭയങ്കര ക്രൗഡ്. बोले एक दुकान के सामने बहुत क्राउड है. നമ്മുടെ കോമൺ ഇന്ത്യൻ സെൻസ് പറഞ്ഞു എന്തോ ഫ്രീ കൊടുക്കുന്നുണ്ട് അതാ ക്രൗഡ് എന്ന് പറഞ്ഞു. तो इस प्रकार भारतीय का सोच जैसा लगा कोई मुफ्त में दे रहा है. അപ്പം പിന്നെ മനസ്സിലായി ഫ്രീ ഉള്ളത് കൊണ്ടല്ല. फिर मान बड़ा फ्री है बोल के नहीं, ഒരു നല്ല പേരുള്ള ഒരു ബ്രാൻഡ് അവിടെ തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ അവിടെ കൂടിയിരിക്കുക. एक अच्छा ब्रांड हुआ शुरू किया, इसके लिए सब लोग उधर आए हैं. അപ്പം ഞങ്ങളും ചെന്ന് 4 പീസ് വാങ്ങിച്ച് കഴിച്ചു. पास्टर भी जाके 4 पीस लेके खाया. അപ്പം ഞങ്ങള് വീട്ടുകാരെല്ലാം കൂടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. तो सब लोगों ने डिस्कस किया എന്തൊരു അന്യായ വിലയാ, कितना कीमती है ये, बहुत ज्यादा. 30-40 രൂപയുടെ സാധനം ഇട്ടിട്ടുണ്ട്. 30-40 रुपए का सामान है, എടുക്കുന്നത് 150-200 രൂപയാ. ഹല്ലേലൂയ. 100-200-300 रुपया है. നമ്മൾ ഈ സാധനത്തിന്റെ വില ചിന്തിച്ചോളൂ കേട്ടോ. हमने सिर्फ इस सामान का നമ്മൾ മണ്ണിന്റെ വില, हमने मिट्टी का भाव. തമ്പുരാൻ പറയുന്നു, परमेश्वर कहता है എന്റെ സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതാ. आमेन, हालेलुया. परमेश्वर कहते हैं मैंने मेरा समय डाला है. ഞാൻ നിന്നെ ഉണ്ടാക്കാൻ എന്ത് സമയം എടുത്തതറിയാമോ? मैंने तुझे बनाने के लिए कितना समय लिया है. മനുഷ്യന്റെ സമയമല്ല, इंसान का समय नहीं. മനുഷ്യന്റെ സമയത്തിന് എന്തോ വിലയുണ്ട്. इंसान का समय का क्या कीमत है? ഹലോ, നമ്മുടെ സമയത്തിന് എന്തോ വിലയുണ്ട്. हमारा समय का क्या कीमत है? നമുക്കെന്തോ വിലയുണ്ട്. हमें क्या कीमत है? आमेन, വലിയ हालेलुया. വിലയാ കേട്ടോ, വലിയ വിലയാ. കാരണം തമ്പുരാൻ ഇൻവെസ്റ്റ് ചെയ്ത സമയത്തിന്റെ വിലയാ. आमेन, हालेलुया. ഹല്ലേലൂയ. നിങ്ങളുടെ സമയത്തിന് എന്താ വിലയുണ്ട്? आपके समय का क्या कीमत है? ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമെന്ന് ചിന്തിക്കുക. अभी आप किधर काम कर रहे നിങ്ങൾ सोचो, എവിടെയെങ്കിലും ജോലി ചെയ്യുക. आप किधर काम कर रहे हैं. അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. आपको जल्दी उसको गणित कर सकते हैं. ഏകദേശം നിങ്ങളുടെ മാസ ശമ്പളത്തെ 30 ദിവസം കൊണ്ട് ഒന്ന് 25 और 30 ഡിവൈഡ് करके देखो. നിങ്ങളുടെ ശമ്പളത്തെ നിങ്ങൾ ഒരു 25 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ വില നിങ്ങൾക്ക് കിട്ടും. तो तुम्हारा एक दिन का कीमत तुम्हें मिलेगा. 25,000 ഡിവൈഡ് ബൈ 25, ഓക്കേ, 1000 രൂപയാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ വില. समझो 1000 रुपए तुम्हारा एक दिन का कीमत है. ശരി, സമ്മതിച്ചല്ലോ. मान लिया നിങ്ങൾ ഒരു 10 ദിവസം ഇൻവെസ്റ്റ് ചെയ്ത ഒരു സാധനം ഉണ്ടാക്കി. अगर तुमने 10 दिन लगा के एक चीज बनाया, റോ മെറ്റീരിയൽ എന്തുവാ? रॉ मटेरियल क्या है? ഒരു എക്സാമ്പിൾ പറയാം. एक एग्जांपल, നമ്മുടെ ഇടയിൽ പടം വരയ്ക്കുന്ന കുട്ടികളുണ്ട്. हमारे बीच में जो ड्राइंग करने वाले बच्चे, മനോഹരമായി പടം വരയ്ക്കുന്ന കുട്ടികളുണ്ട്. अच्छी तरह से ड्राइंग करता है. ആഴ്ചകളും മാസങ്ങളും എടുത്ത് അവർ പടം വരയ്ക്കുന്നത്. वो हफ्ते महीने लेके बनाता है. എന്നിട്ട് ഈ പടം വരച്ചു കഴിഞ്ഞിട്ട് ഇത് ഇവർ വിൽക്കുമ്പോൾ बाद में ड्राइंग बना के जब बेचेंगे, ഇവരോട് നമ്മൾ മക്കളെ ഇതിനെന്താ വില? हम पूछे इसका कितना कीमत है? അവൻ പറഞ്ഞു പാസ്റ്ററെ 30,000 രൂപയാ. बोला कि 30,000 रुपया. നമ്മൾ ചിന്തിക്കും ഇച്ചിരി പെയിന്റ്, हम बोले थोड़ा सा पेंट, ഒരു ക്യാൻവാസ്, एक कैनवास. അതിങ്ങനെ കയറ്റി വെച്ചിട്ട് പടം വരച്ചിട്ട് ഇതെന്തൊരു അന്യായമായി കൊച്ചു ചെയ്യുന്നത്. बोले ये कितना बड़ा ये है जो कर रहे हैं. 30 days लेकिन 30 दिन invested their time. Hallelujah. 30 दिन उन्होंने उस Let पर me इन्वेस्ट make किया. it clear that God invested His Amen. precious time for you. Hallelujah. मैं आपको बताना चाहते परमेश्वर ने अपना कीमती समय हमें दिया I है. want to explain something. मैं आपको कुछ The बताना Bible चाहूंगा. says it took 7 days or 6 days. Hallelujah. वचन कहते हैं कि 7 या 6 दिन लगा. സൃഷ്ടിപ്പിന്റെ പ്രക്രിയയ്ക്ക് 6 ദിവസങ്ങൾ എടുത്തെങ്കിൽ क्या अगर सृष्टि को बनाने के लिए 6 दिन लगा तो സൂര്യചന്ദ്രന്മാരെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി മൃഗജാലങ്ങൾ, അല്ലേ, ഹല്ലേലൂയ, ഒത്തിരി കാര്യങ്ങൾ, അല്ലേ, ഹല്ലേലൂയ. that 6 days is exactly ഇങ്ങനെയാ പറയുന്നത്. സൃഷ്ടിക്കപ്പെട്ട ഭൂമിയുടെ പിന്നീടുള്ള ഒരു റീസ്റ്റോറേഷന് വേണ്ടി എടുത്ത ടൈമാണെന്നാണ് പറയുന്നത്. എനിവേ, ആ ഭാഗത്തിന്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. कि इसका डिस्कशन में जाना मैं नहीं चाहूंगा. इस प्रकार कहते हैं जो सृष्टि किए हुआ पृथ्वी को फिर से रिस्टोर करने के लिए 6 दिन लगा. ഒരു ദിവസം കൊണ്ട് മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കാം. कि एक दिन में जानवरों को बना सकते ഭൂമിയിൽ हैं. എത്ര തരത്തിലുള്ള സസ്യങ്ങളുണ്ട്, कितने सारे शख्स हैं ഒരു ദിവസം കൊണ്ട്. एक दिन. പക്ഷെ 6ാം ദിവസം മനുഷ്യന് വേണ്ടി ദൈവം ഡെഡിക്കേറ്റ് ചെയ്തു. लेकिन 6ठा दिन परमेश्वर इंसान के लिए पूरा दिया. ഒറ്റ ഒരാൾക്ക് വേണ്ടി, एक व्यक्ति के लिए. आमेन. ദൈവം എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തു. परमेश्वर कितना समय डाला. എന്റെ ഒരു ദിവസത്തിന്റെ വില 1000 രൂപ ആണെങ്കിൽ अगर मेरा एक दिन का कीमत 1000 रुपया है, നിങ്ങളുടെ ചിലരുടെ ഒരു ദിവസത്തിന്റെ വില 3000 രൂപയാണെങ്കിൽ आप में से कुछ लोगों का एक दिन का कीमत 3000 होगा. മറ്റു ചിലരുടെ ഒരു ദിവസത്തിന്റെ വില 20,000 രൂപയാണെങ്കിൽ कुछ लोगों का एक दिन का कीमत 20,000 है. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു ദിവസത്തിന്റെ വില എത്ര? परमेश्वर का एक दिन का मूल कितना है? ദൈവത്തിന്റെ, ആരുടെ? परमेश्वर का. ദൈവത്തിന്റെ പ്രഷ്യസ് ടൈം ദൈവം കൊടുത്തിട്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകയാണ്. परमेश्वर का कीमती समय परमेश्वर देके इंसान को बनाया. God created him. परमेश्वर ने उसको बनाया.
ഔട്ട് ഓഫ് നത്തിങ് എന്നല്ല എഴുതിയിരിക്കുന്നത്. हमें कुछ भी शून्यता से नहीं, ഫ്രം എ റോ മെറ്റീരിയൽ, एक रॉ मटेरियल से ഹല്ലേലൂയ, കുഴച്ചുണ്ടാക്കുക, उसे मिला के घुल के बनाया അതിന് രൂപം കൊടുക്കുക, और उसको रूप दिया. ഓ ഹർഷകമന റംഷൽകമന. ദൈവമക്കൾ അതൊന്ന് ഇമാജിൻ ചെയ്താട്ടെ നിങ്ങൾ. आप जरा सोच के देखो, കൈയൊക്കെ പിടിച്ച് വെക്കുമ്പോൾ जब उसके हाथ सब ഞാൻ ഇങ്ങനെ ഇമാജിൻ ദൈവമായിട്ട് തന്റെ കയ്യിലോട്ടൊന്ന് നോക്കി, कि बीच अपने हाथ को देखा. എന്നിട്ട് ദൈവം പറഞ്ഞു എന്നെ പോലെ തന്നെ ഇരിക്കണം. आमेन आमेन हालेलुया. उस परमेश्वर मेरे जैसा समान होना എന്നെ चाहिए, പോലെ തന്നെ ഇരിക്കണം. मेरे तुलना में होना Oh, चाहिए. my creation should resemble me. मेरा जो क्रिएशन है, मेरा जो सृष्टि है, My वो मुझे creation पर दिखना must चाहिए. reflect my image. मेरा जो सृष्टि है, मेरा इमेज को रिफ्लेक्ट करना है. ഇത് ബിൽക്കുൽ പ്രിപ്പയർഡ് മെസ്സേജ് അല്ല കേട്ടോ. ये कोई भी प्रिपेयर्ड मैसेज नहीं है. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക. परमेश्वर की आत्मा आपसे बात कर रहे ദൈവദാസൻ हैं. പറഞ്ഞു ദൂത് കണ്ടിന്യൂ ചെയ്യുക. वो परमेश्वर के दास ने The जो reason God कहा, want to speak to you, dear child of God. क्योंकि कारण ये है कि परमेश्वर आपसे बात करना चाहता നിങ്ങൾ है. വലിയ പ്രശ്നം കൊണ്ടായിരിക്കാൻ വന്നത്. आप बहुत समस्या से आया होगा, പ്രശ്നത്തിന്റെ സൊല്യൂഷൻ നിങ്ങൾ കേൾക്കണം. कि आपके समस्या का उदाहरण आपको ഈ देना है. സൊല്യൂഷൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ये നിൽക്കുന്നത്. सॉल्यूशन कहने के लिए हम यहाँ खड़ा है. God created with you a purpose. परमेश्वर ने आपको एक पद्धति के He साथ बनाया. invested time for you. वो उसने अपना समय को डाला आप में. കൈകളുണ്ടാക്കിയ, മുഖമുണ്ടാക്കിയ, മൂക്കുണ്ടാക്കിയ. ദൈവം പറഞ്ഞു ഇവൻ ഇങ്ങനെ ഇരിക്കണം. हाथ बनाया, कान बनाया, नाक बनाया. परमेश्वर बोले इस प्रकार होना चाहिए. എങ്ങനെയാണോ ഇരിക്കുന്നത്, आप जैसे है आज, that's God's original plan. वो परमेश्वर का ओरिजिनल प्लान है. ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനാ. परमेश्वर का ओरिजिनल प्लान നിങ്ങളുടെ है. ഹൈറ്റ് ദൈവത്തിന്റെ പ്ലാനാ. आपका जो हाइट है परमेश्वर की योजना, നിറം ദൈവത്തിന്റെ പ്ലാനാ. आपका रंग परमेश्वर का प्लान है. ഹല്ലേലൂയ. हालेलुया. കഴിഞ്ഞ ദിവസം ശശി തരൂരിനോട് ആരണ്ട് ചോദിച്ചു, पिछले दिनों शशि तरूर से किसी ने पूछा, ഈ സൗന്ദര്യവും ബുദ്ധിയും അറിവും എല്ലാം കൂടെ ഒന്നിച്ചെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. उसको पूछा कि खूबसूरती, ज्ञान और टैलेंट सब एक साथ कैसे मिला. അദ്ദേഹം പറഞ്ഞു സൗന്ദര്യത്തിന്റെ കാരണം, उसने बोला खूबसूरती का कारण, you must be very careful when you choose your parents. उसने बोला कि आपको माता पिता को चुनने में आपको बहुत केयरफुल होना चाहिए. You must be very careful when you choose your parents. അപ്പനെ അമ്മയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിയോട് തിരഞ്ഞെടുക്കണമെന്ന്. ഹല്ലേലൂയ. उसने कहा कि माता पिता को जो चुनना है तो बुद्धि से चुनो. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ അപ്പനും അമ്മയുമായിട്ട് ആരെയൊക്കെ തിരഞ്ഞെടുത്തേനെ. अगर ऐसे है तो हमारे बच्चे माता पिता बोल के किसको चुनता था. സൗന്ദര്യം വേണമെങ്കിൽ ആരാ നിങ്ങളുടെ ഫിലിം ലെവലിലുള്ള ആളുകൾ എനിക്കറിയത്തില്ല. ഞങ്ങളുടെ കാലത്തൊക്കെ ഷാരൂഖ് ഖാൻ എന്ന് പറയുമായിരുന്നു അല്ലേ. ഷാരൂഖ് ഖാൻ അല്ലേ. ഇന്നത്തെ കാലത്തൊക്കെ പുതിയ ഹീറോസ് വന്നു, നമ്മൾ ആ റേഞ്ചിലോട്ട് പോയിട്ടില്ല. ഹല്ലേലൂയ. अगर बोलते ना कि हमारा जब बोलते हम बोले शाहरुख खान अगर खूबसूरती में आज तक नए और भी लोग रहेंगे हमें पता नहीं. പണമാണ് നമ്മുടെ ക്രൈറ്റീരിയ എങ്കിൽ, अगर धन है हमारा നമ്മൾ क्या പറഞ്ഞു നീ എന്താ ടാറ്റാടെ പിള്ളയുടെ മക്കളാന്നോ. നമ്മൾ ആരെ തെരഞ്ഞെടുക്കുമായിരുന്നു? हम किसको चुनता था. ടാറ്റയും പിള്ളയും തെരഞ്ഞെടുക്കും. टाटा बिरला को चुनता നമ്മൾ था. ഒരിക്കലും പാവം പിടിച്ച വീട്ടിൽ പോയി ജനിക്കത്തില്ല. हम कभी भी गरीब घर में नहीं जाएंगे. പക്ഷേ we do not have the option to choose our parents. लेकिन हमें कोई भी ऑप्शन नहीं था अपने माता पिता को So चुनने he का. is ഹല്ലേലൂയ. ആ കാര്യത്തിൽ ദൈവം പരമാധികാരിയാണ്, സോവറീനാണ്. ദൈവം തീരുമാനിച്ചു നിന്റെ നിറം എന്താ, ഹൈറ്റ് എന്താ, ഏത് വീട്ടിൽ ജനിക്കണം. ഇറ്റ്സ് ഗോഡ്സ് ഹല്ലേലൂയ ഡിവൈൻ प्लान एंड पर्पस. उस पे परमेश्वर बोलते ना उसका योजना तो वो सवर्ण है कि वो उसने ये सोचा आपको क्या हद होना चाहिए, क्या हाइट होना चाहिए, किस परिवार में आप होना चाहिए. നമ്മളെ ഹിന്ദിയിൽ അങ്ങനെ പാടുന്നത് നാട്ടാ ബനായ, छोटा बनाया. എന്തായിരുന്നു ഒന്ന് ഉറച്ചു പാടിക്കട്ടെ. കാലാ ബനായ, ഗോരാ ബനായ, ജൈസാ ബനായ, अच्छा बना, അച്ഛാ ബനായ. ഹല്ലേലൂയ. ദൈവം ഉണ്ടാക്കിയത് ക്രിയേഷൻ എല്ലാം നല്ലതാ കേട്ടോ. परमेश्वर ने बनाया सब कुछ बेहतरीन है. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞു. परमेश्वर ने इंसान को बना के बोला Because अच्छा है. he was reflecting the image of God. क्योंकि हम परमेश्वर को रिफ्लेक्ट कर रहा था. ദൈവം മനുഷ്യ സൃഷ്ടി കഴിഞ്ഞാൽ എന്താ പറഞ്ഞു? നല്ലത്. परमेश्वर इंसान को देख के बोला अच्छा है, നല്ലത്. अच्छा है. മോശം എന്ന് പറയുമോ? खराब है कहा. വേദോസം പറഞ്ഞ ആദാം ദൈവത്തിന്റെ മകൻ എന്നാ. कि वचन कहते आदम जो है परमेश्वर का സ്വന്തം बेटा മകനെ है. നോക്കിയിട്ട് ആരെങ്കിലും മോശമാണെന്ന് പറയുമോ? कि खुद के बेटे को देख कोई बेकार कहेगा എന്നെ പോലെ തന്നെ ഇരിക്കുന്ന എന്റെ മകൻ, मेरे जैसा मेरा बेटा.
സമയമെടുത്തുണ്ടാക്കി എൻ്റെ മകൻ. समय के साथ बनाया मेरा बेटा. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, जब परमेश्वर ने इंसान को മണ്ണിനെ बनाया, കുഴച്ചപ്പോൾ, जब मिट्टी को അവന് गुनाया, രൂപം കൊടുത്തപ്പോൾ, जब उसको रूप दिया, അവന്റെ മൂക്കിൽ ശ്വാസം ഊതിയപ്പോൾ, जब उसके नाक में सांस डाला, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ഡ്രീം ഉണ്ട്. परमेश्वर के दिल में एक इच्छा था മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത് എന്ന് Amen. ചോദിച്ചാൽ कि वो इंसान को याद करने के लिए क्या है. जब ദൈവം പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? परमेश्वर क्या उत्तर എടാ, देता है? സൂര്യനെ ഉണ്ടാക്കിയതുപോലെ ഒരു വാക്കുകൊണ്ടല്ല നിന്നെ ഉണ്ടാക്കിയത്. मैं सूरज को बनाया वैसे एक शब्द से ഓ, नहीं तुझे बनाया. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ, आमेन. बहुत ही सपनों के ഒത്തിരി साथ, പദ്ധതിയോടുകൂടെ बहुत ही योजना के ഞാൻ साथ നിന്നെ മെനക്കെട്ടുണ്ടാക്കിയതാ. मैं तुझे समय ढाल के बनाया I है. invest a lot of time on you. मैं बहुत समय तुझ में डाला है. അശകബന റംദനരഗദലെ. ഹല്ലേലൂയ. നാം അവന്റെ കൈയുടെ പണിയാ. हम उसके हाथ के बनावट है. വചനം പറയുമ്പോൾ ഒത്തിരി പറയാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി ഓടി എത്തുക. ये वचन जब कह रहे तो बहुत कुछ कहने का मेरे मन में आ रहा യെശയ്യാവിന്റെ है. പുസ്തകം 64 അധ്യായത്തിൽ നമ്മൾ ഇന്ന് വായിച്ച ആ ഭാഗത്ത് നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. हमने जो एशिया का किताब 64 जो पढ़ा उसमें जरा उस वचन में आइए. 8ാമത്തെ വാക്യം വായിച്ചാട്ടെ. उसके 8वीं आयत जरा पढ़िए. ആമേൻ. എല്ലാവരും കേട്ടോ? യഹോവാ തു ഹമാരാ പിതാ ഹേ. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഹാ, ഹം സബ്കെ സബ് തെരെ ഹാത്ത് കി काम है. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? യു ആർ അവർ ഫാദർ. നമ്പർ 1, യു ആർ അവർ ഫാദർ. पहले कहते तू हमारा पिता है. എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ മക്കളാണ്. हर एक इंसान परमेश्वर का बच्चे हैं. ഹല്ലേലൂയ. എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ മക്കളാണ്. हर इंसान परमेश्वर के बच्चे हैं. ആദാം ദൈവത്തിന്റെ മകൻ അല്ലേ? कि आदम परमेश्वर का बेटा. മൃഗങ്ങളെ ഉണ്ടാക്കിയതുപോലെയല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. जानवरों को बनाया वैसा नहीं इंसान को बनाया. അവൻ സമയമെടുത്തുണ്ടാക്കിയപ്പോൾ, उसने समय लेके जब बनाया, മണ്ണ് കുഴിച്ചുണ്ടാക്കിയപ്പോൾ, मिट्टी में गोल के बनाया. മറ്റൊരു മൃഗത്തെ നോക്കി ദൈവം വിളിച്ചില്ല, നീ എന്റെ മോനാ മോളാന്ന് പറഞ്ഞില്ല. आमेन. हालेलुया. कोई जानवर को देख के परमेश्वर ने बोला तू मेरा बेटा बेटी है. സൃഷ്ടിയിൽ മഹാത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. कि सृष्टि में बहुत सारे चमत्कार थे. അവയ്ക്കൊന്നും ദൈവം കൊടുക്കാത്തൊരു ഹോണർ. कि ഹല്ലേലൂയ. उसको किसी को जो सम्मान नहीं दिया മനുഷ്യന് കൊടുത്തു. वैसा सम्मान इंसान को दिया. നീ എന്റെ മക്കളാണ്. आमेन. हालेलुया. तू हमारे तू मेरे बच्चे है. അപ്പോൾ ദൈവം നമ്മുടെ ആരാ? तो परमेश्वर हमारा कौन है? പിതാവാണ്. पिता है. We must, നമ്മൾ ദൈവത്തെ പിതാവായി തന്നെ അംഗീകരിച്ച് സ്വീകരിക്കണം. हमें परमेश्वर को पिता बोल के अंगीकार करना है. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട്. लेकिन अभी का एक ट्रेंड है. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നറിയാം? अभी का ट्रेंड क्या है? कुछ बच्चों के लिए पापा ATM कार्ड है. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിതാവ് ATM കാർഡ്. മനസ്സിലായില്ല? पापा कौन है? पिताവ് को आराम. पापा कौन है? पिता कौन है? ATM कार्ड. ATM कार्ड. ATM कार्ड എന്ന് പറഞ്ഞാൽ എന്താ? ATM कार्ड का अर्थ क्या है? നമുക്ക് ATM കാർഡിനോട് വലിയ സ്നേഹമാണ്. हमें ATM कार्ड से बहुत प्रेम है. അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് പൈസ ഇറങ്ങി വരും. अगर हम उसमें ढालेगा तो पैसा आएगा. ശരിയല്ലയോ? सही है कि नहीं? പണ്ട് ഈ ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് जब सेविका में पासवान उतरे थे, ഡാനി ചെറുതായിരുന്നു. डैनी छोटा बच्चा था ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമാണ്. और तभी बहुत ही तकलीफें थे फाइनेंस ഡാനി में. എന്തെങ്കിലും ഡിമാൻഡ് ചെയ്താൽ നമുക്ക് അങ്ങനെയൊന്നും നമ്മൾ ഡിമാൻഡ് ചെയ്യത്തില്ല. എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാനൊക്കത്തില്ല. കളിപ്പാട്ടമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. डैनी छोटा मोटा खिलौना मांगे तो हम दे नहीं पाते थे. അപ്പം ഡാനിയോ ഡോണായൊക്കെ ഡോണായെന്തോ ഡാനിയാന്നോ ഡോണായെന്നോ ഞങ്ങൾ പറയും പൈസ ഇല്ല മക്കളെ. हम कहते कि बच्चों पैसा नहीं है. അവൻ പറഞ്ഞു പൈസയ്ക്ക് എന്താ ബുദ്ധിമുട്ട്, കാർഡ് അങ്ങോട്ട് ഇട്ടാ പോരായോ? पैसे का क्या प्रॉब्लम? कार्ड तो डालना है. കാർഡ് അങ്ങോട്ട് ഇടുന്നു, कार्ड डालते हैं കാശ് ഇങ്ങോട്ട് ചാടി വരുന്നു. कि पैसे आ जाते हैं. ഇതെന്തൊരു ലൈഫാ! ये कितना अच्छा लाइफ है. പക്ഷെ കാർഡ് ഇടുമ്പോ കാശ് ചാടി വരുന്നതിന് പിന്നിലുള്ള അധ്വാനം അവർക്ക് അറിയത്തില്ല. जब कार्ड डालते तो पैसे जो आते उसका पीछे क्या उसको पता പല नहीं. കുഞ്ഞുങ്ങൾക്കും അപ്പന്മാർ ATM കാർഡാ. कि बहुत सारे बच्चों के लिए पिता जो है ATM कार्ड है. അപ്പനും അമ്മയുമായിട്ടുള്ള റിലേഷൻ എന്താ? കാശ്. कि ഹല്ലേലൂയ. उनको माता पिता से रिश्ता क्या है? धन. ധംകി കൊടുക്കുന്ന മക്കളുണ്ട് അപ്പനും അമ്മയ്ക്കും. कि धमकी देने वाले बच्चे माता पिता എന്തൊക്കെ को. ധംകി എന്നറിയാമോ? क्या क्या धमकी? എനിക്ക് ബൈക്ക് മേടിച്ചു തരണം, मुझे बाइक लेके देना, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, नहीं तो मैं आत्महत्या करूंगा, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? नहीं तो मैं क्या करूंगा? ധംകി കൊടുക്കുക. അപ്പനും അമ്മ അയ്യോ പാവം എന്റെ കുഞ്ഞ് പോയി ആത്മഹത്യ ചെയ്തിരിക്കാൻ വേണ്ടി ബൈക്ക് മേടിച്ചു കൊടുക്കും. माता पिता क्या करते हैं? मेरा बच्चा आत्महत्या नहीं करना बल्कि बाइक അവൻ ഈ लेके ബൈക്ക് देते हैं. എടുത്ത് റേസ് ചെയ്ത് എവിടെയെങ്കിലും ട്രക്കിന്റെ അടി കയറി അവൻ ചാകും. ഹല്ലേലൂയ.
ഞാൻ നകാരാത്മക പറയല്ല കേട്ടോ, ഉള്ള ഫാക്ട് वो क्या करेगा, बाइक लेगा, रेस लेके कोई गाड़ी के नीचे जाके मरेगा। कारण क्या? അവന്റെ വാഗൊണ്ട് തന്നെ അവന്റെ ഡെത്ത് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു। कि उसने अपने मुंह से अपने जो मृत्यु को डिक्लेयर किया। ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാ പറഞ്ഞത്। उसने बोला मैं आत्महत्या करूंगा। ആത്മഹത്യയുള്ള ടൂൾ അവന്റെ കയ്യിൽ കിട്ടി അല്ലേ? तो आत्महत्या का जो टूल उसको मिला। I always used to say do not utter any negative word in your mouth. आमेन आमेन। इसके लिए मैं हमेशा कहता अपने जबान से कोई भी नकारक शब्द मत बोलो। നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വായിലെ വാക്കുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്। कि आपको मिला वो आशीष जो आपके जबान से आपको उसको नष्ट नहीं करना है। ചിലർ പ്രാഗി സംസാരിക്കും, कुछ लोग श्राप दे के बातें करते हैं, തന്നത്താൻ പ്രാഗി സംസാരിക്കും, कुछ लोग अपने आप को श्राप दे के प्रार्थना करते हैं എന്നിട്ട് പ്രാർത്ഥിക്കും കർത്താവേ എന്നെ വിടുവിക്കണം। और बैठ के प्रार्थना करते हैं परमेश्वर मुझे छुड़ा। എന്റെ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാപിച്ചത് മുഴുവൻ എന്ത് സംഭവിക്കുന്നു അറിയാമോ? आप प्रार्थना करके जो प्राप्त किया पता क्या होगा? നിങ്ങൾ തന്നെ ഒറ്റ പ്രാക്കുകൊണ്ട് അങ്ങ് തീർക്കും। आपने एक श्राप से उसे नाश करेगा। സീക്രട്ട് അറിയാമോ? നമ്മൾ ഇങ്ങനെ വലിയ ഇക്കട്ടാ ചെയ്ത് പ്രാർത്ഥിച്ച് ഒത്തിരി കോരി എടുത്തോണ്ട് വരിക കേട്ടോ। हम प्रार्थना करके इकट्ठा करके सब लेके आते हैं। അപ്പൊ ഈ ഒറ്റ ശാപവാക്കുകൊണ്ട് तभी एक श्राप की बात से ഈ കൊട്ടയുടെ അടിയിലെ പിന്നെ എന്താ പറഞ്ഞ കെട്ടൊക്കെ പൊട്ടിപ്പോയി അതെല്ലാം താഴോട്ടൊക്കെ। और ये जो क्या है कि वो जो നെവർ वो टूट के पूरा नीचे गिर जाता है। നെവർ ഹല്ലേലൂയ। कभी नहीं। നമ്മുടെ വാക്കുകൾക്ക് വലിയ പവർ സൂക്ഷിച്ച് ഉപയോഗിക്കാവുള്ളൂ। हमारे शब्दों को बहुत शक्ति है और संभाल के इस्तेमाल करो। അനുഗ്രഹത്തിന്റെ വാക്കുകളെ വരാവുള്ളൂ। आशीष के बातें आना है। പോകട്ടെ, ഞാൻ മടങ്ങി വരികയാണ്। मैं लौट के आता हूं। മക്കൾക്ക് അപ്പൻ ATM കാർഡാണ്। कुछ बच्चों के लिए माता पिता जो है ATM कार्ड है। അതുപോലെ പലർക്കും ദൈവം ATM കാർഡാ। उसी प्रकार बहुत सारे लोगों के लिए परमेश्वर ATM कार्ड है। എന്താ പറയുന്നത് അറിയാമോ? वो क्या कहते हैं? ഞാൻ മകനാണ് മകളാണ് കർത്താവേ, അതുകൊണ്ട് എനിക്ക് അനുഗ്രഹം വേണം। कहते मैं बेटा हूं बेटी हूं मुझे आशीष चाहिए। ദൈവത്തെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പിൻപറ്റുന്ന ആളുകൾ, कि परमेश्वर जो आशीष के लिए केवल पीछा करने वाले हैं। എന്റെ പൊന്നു ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങളുടെ സാമ്പത്തിക നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടിയല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്। कि परमेश्वर बच्चों विश्वास करो, आपकी धानिक संपत्ति के लिए नहीं परमेश्वर आपको सृष्टि किया है। ഭൂമിയിലുള്ള സമ്പത്തും മഹിമയും ഒക്കെ ഒത്തിരി ചെറുതാണ്। ये पृथ्वी में जो भी धन है जो भी महिमा है वो बहुत ही छोटा है। ഈ മുഴുവൻ ലോകത്തിന്റെ ഉടമസ്ഥനാകുന്ന ദൈവത്തിന് നിങ്ങളെ സമ്പന്നനാക്കോ വലിയ കാര്യമൊന്നുമല്ല। कि पूरे ब्रह्मांड का जो सृष्टिकर्ता जो मालिक परमेश्वर को आपको धनवान बनाने से कोई ये नहीं है। നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? आप क्या सोचते हैं? നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഇരുന്ന് ചിന്തിക്കുവാണോ? आपको जो बनाया तो परमेश्वर सोच रहे हैं ഇവനെ സൃഷ്ടിക്കുക കേട്ടോ, मैं इसे सृष्टि कर रहा हूँ, ഇവന് കൈയും കാലും ഒക്കെ കൊടുക്കുക, इसको हाथ पैर दे रहा हूँ, ഓ ഇവന് നല്ലൊരു മെഴ്സിഡസ് ബെൻസ് ഞാൻ കൊടുക്കും इसको मैं अच्छा मर्सिडीज बेंज दूंगा। നിങ്ങളൊന്ന് आप जरा सोचो। ഇല്ല, ദൈവം ചിന്തിച്ചത് വേറെ കാര്യങ്ങളാ। कि परमेश्वर सोच रहे दूसरी बातें। ദൈവം ചിന്തിച്ചെന്താണെന്ന് അറിയാമോ? परमेश्वर क्या सोच रहे हैं? ദൈവം ചിന്തിക്കുകയാണ്, परमेश्वर सोच रहे हैं ഇവൻ നാളെ ഈ ഭൂമിയുടെ അവകാശിയായി തീരണം, एक कल पृथ्वी का हकदार ഈ बनेगा, മനോഹരമായ ഭൂമിയിൽ ഇവൻ രാജാവിനെ പോലെ ഭരിക്കണം। ये जो पृथ्वी में राजा बन के रहेगा। ഹല്ലേലൂയ, ഇവൻ സാത്താന്യ മണ്ഡലത്തെ ജയിക്കണം, हालेलुया, शैतानी मंडल को पराजित करेगा। ദൂതന്മാർ വീണു പോയെടുത്ത് जहाँ स्वर्गदूत गिर गए, എന്റെ ഈ മോൻ നിൽക്കണം, आमीन हालेलुया, मेरा बेटा रुकना है, എന്റെ പർപ്പസ് ഇവൻ ചെയ്യണം, आमीन मेरे पद्धति ये करना എന്റെ है, യുദ്ധങ്ങൾ ഇവൻ ചെയ്യണം, मेरा युद्ध लड़ना है। ഇത് ഓർത്താ നിർമ്മിക്കുന്നത്। ये सोच को बनाया। ഹല്ലേലൂയ, എന്റെ പിതാവ് എന്റെ ദൈവം ഹല്ലേലൂയ എന്നെ സൃഷ്ടിച്ചപ്പോൾ അവൻ എന്നെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്। मेरा पिता मेरा परमेश्वर जब मेरी सृष्टि किया उसको मेरे पर एक योजना था। എന്താണ്? क्या था? നീ ഞങ്ങളുടെ പിതാവാണ്। तू हमारा पिता। ഹല്ലേലൂയ। രണ്ടാമത്, दूसरा ഞങ്ങൾ കളിമണ്ണാണ്। हम मिट्टी है। You know what is special with clay? क्या है मिट्टी का गुण? കളിമണ്ണിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? मिट्टी का गुण क्या है? അത് മോൾഡ് ചെയ്യാൻ പറ്റും, वो उसे मोल्ड कर सकता है according to the will of the creator. कि सृष्टिकर्ता के हिसाब से। പറ്റുമോ? കളിമണ്ണിനെ ക്രിയേറ്റർ ഇഷ്ടം അനുസരിച്ച് മാറ്റാൻ പറ്റും। जो क्ले है उसको सृष्टिकर्ता अपने हिसाब से बना सकता है। ഹലോ, കളിമണ്ണല്ല പറയുന്നത് എന്നെ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന്। क्ले नहीं कहते मुझे इस प्रकार बनाना है, കുശവനാ പറയുന്നത്। वो जो कुम्हार कहता है। കുശവൻ എങ്ങനെയാ പറയുന്നത്? कुशवन कैसा कहता है? कुम्हार കുശവൻ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഒരു വീലെ വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു സാധനം വെളി വന്നിട്ട് പിന്നെ ആലോചിക്കൽ ഇതെന്നെ എന്ത് പർപ്പസിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും, അങ്ങനെയാണോ? क्या ऐसा है कि कुम्हार जो बोलते हैं क्ले लेके व्हील पर रख के घुमाने के बनाने के बाद उसको जब इसको मैं क्यों उपयोग करूं? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ശേഷമാണോ ചിന്തിക്കുന്നത് ഇത് എന്തിനു വേണ്ടി ഞാൻ ഉണ്ടാക്കി എന്ന് क्या एक प्रोडक्ट बनाने के बाद सोचेगा क्या इसको किसके लिए बनाया?
നമ്മളൊക്കെ ചിന്ത അങ്ങനെ നമ്മളെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ദൈവം ചിന്തിക്കുക ഫിന്നിയെ കൊള്ളാമല്ലോ ഫിന്നി എന്തിനു ഉപയോഗിക്കുക അങ്ങനെ അല്ല ദൈവമക്കളെ हम इस प्रकार सोचते हैं कि परमेश्वर हमें बनाने के बाद अब सोचते हैं कि अब इसको कैसे इस्तेमाल करेगा ജനിക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു आमेन हालेलुया I am creating him for that purpose हमारे सृष्टि से पहले परमेश्वर ने बोला हमें किस चीज के लिए बना रहा है ആ പ്രോഡക്റ്റ് ആയിട്ട് എന്നെ വെളിക്കൊണ്ടത് അവന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന പ്രോഡക്റ്റ് ആയിട്ടാ എന്നെ പുറത്തു കൊണ്ടുവന്നത് उसके दिल के इच्छा के हिसाब से उसने मुझे बाहर लाया പിന്നെ है പ്രശ്നം ഇത് പുറത്ത് വന്നിട്ട് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നില്ല अभी समस्या क्या है वो बाहर आया लेकिन फंक्शन नहीं कर कार्य नहीं कर रहे ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ പല മാൽ ഫംഗ്ഷനിങ് സംഭവിക്കുന്നു ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ് कि सृष्टिकर्ता ने पद्धति के साथ but बनाया not functioning according to the plan of the manufacturer लेकिन जैसे बनाया उसके योजना के हिसाब से हम कार्य नहीं कर रहे അവിടെ ദൈവം പിന്നെ നമ്മളെ പണിയുന്നത് वहां परमेश्वर फिर से हमें बनाता है आमेन ഭൂമി വരുന്നതിന് മുമ്പ് ദൈവം പണിതായിരുന്നു कि पृथ्वी में आने से पहले बनाया നാം പിണ്ഡാകാരമായിരുന്നപ്പോൾ when we were just like clay hallelujah हम जब एक क्ले था when we were in our mother's womb हम जब माँ के कोख में था he created us उसने हमें बनाया അങ്ങനെ വചനം പറയുന്നത് वैसे वचन कहता है വെളി വന്നു കഴിഞ്ഞിട്ട് बाहर आने के बाद മാൽ ഫംഗ്ഷനിങ് കണ്ടപ്പോൾ जब माल फंक्शन हुआ കർത്താവ് പറഞ്ഞു ഇനിയും പണിയാൻ പോകുകയാ परमेश्वर बोले फिर से बनाता हूँ God is at work hallelujah परमेश्वर कार्य कर रहे ഇന്നും പണിതുകൊണ്ടിരിക്കുക आज भी बना ഈ रहा है പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തെ ദൈവം പണിതുകൊണ്ടിരിക്കുക आज के सुबह भी आपके जीवन को परमेश्वर बना रहा है ഫംഗ്ഷനിങ്ങിന് കാരണം എന്താണെന്നറിയോ माल फंक्शन का कारण क्या है ദൈവം ഉണ്ടാക്കിയ പർപ്പസ് कि परमेश्वर जो योजना किया ഈ था മൊബൈൽ ഉണ്ടാക്കിയ പർപ്പസ് കോൾ ചെയ്യുക അല്ലേ कि फोन का पर्पस था फोन करना कॉल करना ഒത്തിരി പർപ്പസ് ഉണ്ട് फिर बहुत सारे पर्पस है പക്ഷേ ഈ മൊബൈൽ തീരുമാനിച്ചു मोबाइल ने सोचा ഹല്ലേലൂയ ഞാൻ ഡയൽ ചെയ്ത നമ്പറിലോട്ടൊന്നും പോകത്തില്ല കോൾ मैं जो डायल किया नंबर पे नहीं जाएगा നമ്മൾ ഡയൽ ചെയ്തു हम डायल किया ഞാൻ റെനിബറിനെ ഡയൽ ചെയ്തു पासवान ने मुझे डायल किया മൊബൈൽ പറഞ്ഞു ഞാൻ സുനിലിനെ വിളിക്കത്തുള്ളൂ मोबाइल का हमें सुन नंबर पे जाएगा ഫംഗ്ഷനിങ് वो है माल फंक्शनिंग നമ്മുടെ പ്രശ്നം അതാ हमारा समस्या ദൈവം പറഞ്ഞു മോനെ എനിക്ക് നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം ഇതാ परमेश्वर ने बोला मेरा तेरे ऊपर योजना ये है പറ്റത്തില്ല കർത്താവ് हम बोले नहीं എനിക്ക് തൊട്ട് ആ ആഗ്രഹമുണ്ട് मुझे वो इच्छा है എനിക്ക് അത് ചെയ്താൽ മതി मुझे वो करना है ശരിയല്ലേ പറഞ്ഞത് सही है कि you नहीं may be having wonderful beautiful ambitions dreams in your life हो सकती है आपको बहुत ही खूबसूरत बहुत सारे ड्रीम्स है आपके it's not जीवन में necessary that all that dreams are the plan of God जरूरी नहीं कि सारे सपना परमेश्वर योजना है but there is a hallelujah purpose God given purpose in your life लेकिन परमेश्वर ने दी एक योजना आपके जीवन में है നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പർപ്പസിന് സബ്മിസീവ് ആകുക എന്നുള്ളതാണ് ഹല്ലേലൂയ ഏറ്റവും വലിയ അനുഗ്രഹം कि हमारा जो परमेश्वर का पद्धति जो है योजना के लिए हमें समर्पण होना है सबसे बड़ा आशीष है ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പാസ്റ്ററെ എവിടെ ചെന്നാലും എന്നോട് ദൈവാലോചനയാ സുവിശേഷ വേലയ്ക്കുള്ള വിളിയുണ്ടെന്ന് कि कहाँ भी जाओ परमेश्वर का योजना है कि मुझे कहते हैं कि ഒരു सेवक സൂം का बोला है। മീറ്റിംഗിൽ കയറിയാൽ ഉടനെ വിളിച്ചു പറയും ആ ബ്രദറിനോട് പറഞ്ഞു ദൈവവേലയ്ക്ക് വിളിയുണ്ടെന്ന് कि अगर जूम मीटिंग में भी जाएगा तो बोलते हो बच्चे बोलो परमेश्वर की योजना है। ഓടിച്ചിട്ട് ദൂത് പറയും നിന്നെ ദൈവവേലയ്ക്ക് വിളിച്ചിരിക്കുകയാണ് कि कोई कन्वेंशन में जाके तो बोले कि परमेश्वर ने की सेवक के बुलाया ഞാൻ है ചെന്നിട്ട് എന്ത് പറ്റി ഇറങ്ങിയാ പോരെ क्या? ഇല്ല, മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ട് ഇറങ്ങത്തില്ല बोले कि इंसान का आवाज सुन के मैं नहीं उतरूंगा മനുഷ്യന്റെ ശബ്ദം കേട്ട് ഞാൻ അപ്പൊ ഈ ദൈവ ശബ്ദവും മനുഷ്യ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താ तो इंसान का आवाज और परमेश्वर का आवाज में फर्क क्या है മനുഷ്യന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം इंसान का आवाज क्या है ഞാനൊരു റെനി ബ്രദർ കൂടെ തീരുമാനിച്ചു कि मैंने और पासवान ने निर्णय लिया സുനിലിട്ട് ഒരു പണി കൊടുക്കണം हमें सुनील को एक काम देना നാളെ है പോയി സുനിലോട് പറഞ്ഞു സുനിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കോണം कल सुन बोलेगा सुन कल से അത് दूसरे का മനുഷ്യന്റെ उतर। ശബ്ദം അല്ലേ वो इंसान का ആണോ वो इंसान का आवाज आनो। है कि नहीं അത് മനുഷ്യന്റെ ശബ്ദം वो इंसान की आवाज പ്ലാൻ ചെയ്ത് എനിക്ക് സുനിലോട് കുശുമ്പുണ്ട് അവന്റെ ജോലി കണ്ടിട്ട് സുനിലെ ഇറക്കി അടക്കത്തുള്ളൂ മനുഷ്യന്റെ ശബ്ദം कि सुनील का काम देख के बोलते ना कि वो जलन से बोलते कि പക്ഷെ नहीं, ദൈവ ശബ്ദം അതല്ല लेकिन परमेश्वर का शब्द वैसा नहीं നിന്നെ है ഒരിക്കലും അറിയാത്തൊരു ദൈവദാസൻ तुझे जो नहीं जानते वो परमेश्वर के നിന്നെ दास ഓടിച്ചിട്ടിട്ട് ദൂത് പറയാ വേലയ്ക്ക് ഇറങ്ങിക്കോളാൻ तुझे भविष्यवाणी दे तू सेवक അത് മനുഷ്യന്റെ ശബ്ദമല്ല वो इंसान का आवाज नहीं है അത് ദൈവ ശബ്ദമാ वो परमेश्वर की आवाज അത് है ദൈവം പിന്നെ എങ്ങനെ സംസാരിക്കുന്നത് फिर परमेश्वर कैसे बातें करेगा ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം മനുഷ്യന്റെ നാവിലൂടെ സംസാരിക്കുന്നവനാ परमेश्वर इंसान के जबान से बातें करते ദൈവം हैं പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നവനാ परमेश्वर भविष्यद्वक्ता के द्वारा बातें करते അല്ലെങ്കിൽ हैं പ്രവാചകന്മാരൊന്നും വേണ്ടായല്ലോ अगर भविष्यद्वक्ता नहीं चाहिए ഇതിന്റെ പർപ്പസ് തിരിച്ചറിയേ तू तेरे योजना को जान God is having a
great purpose about your life. परमेश्वर का आप पर बहुत बड़ा योजना है Man proposes but God disposes. അല്ലേ? कि അങ്ങനെ നമ്മൾ इंसान പറയുന്നത്. योजना बनाते लेकिन परमेश्वर അത് जो ഈ पूरा करता വചനമാ, है നമ്മൾ വായിച്ച വചനമാ. ये वचन है जो സദൃശവാക്യത്തിലെ വാക്യമാ അത്. प्रोवर्ब्स के वचन ഒരു है മനുഷ്യന്റെ ഹൃദയം തന്റെ വഴികളെ നനയ്ക്കുന്നു. कि एक इंसान का दिल उसकी रास्ता को बनाता है പക്ഷെ ദൈവത്തിന്റെ ആലോചന നിവൃത്തിയാകുന്നു. लेकिन परमेश्वर की इच्छा है वो जो पूरा ഒരു होता है മനുഷ്യന്റെ ഹൃദയം താൻ നടക്കേണ്ടുന്ന പാത നിർണ്ണയിക്കുന്നു. कि इंसान के हृदय उसको जो चलने का പക്ഷെ रास्ता അവന്റെ बनाता है കാലടികളെ ദൈവം നിയന്ത്രിക്കുന്നു. लेकिन उसके पैरों को परमेश्वर नियंत्रण നമ്മൾ करता है പറയുന്നു നമുക്ക് അങ്ങോട്ട് കാല് വെക്കണം. हम कहते हैं हमें वहां നമ്മുടെ पैर करना കാൽ है ആരാണ്ട് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും. हमारा पैर कोई उधर दूसरे जगह पे ले जाता है ശാസിക്കുകയും ബത്സിക്കുകയും ചെയ്യുക. हम उसे धाटता है ദൈവിക പദ്ധതി തന്നെ മാറ്റിയിരുന്ന പിശാചന്മാർ എടാ പിശാചല്ല ദൈവമാണ് നിന്റെ കാലെ आमेन, आमेन, പിടിച്ചേക്കുന്നത്. हालेलुया। हम कहते हैं कि शैतान परमेश्वर की योजना से मुझे हटा रहे, मुझे तुझे डांट रहे, शैतान नहीं परमेश्वर तुझे हटा रहा है വെളിപ്പാടില്ലാത്തൊരു തലമുറ. कि प्रकाशन के बिना एक ദൈവമാണോ पीढ़ी- പിശാചാണോ നിന്നെ തടയുന്ന നിനക്ക് തിരിച്ചറിയാൻ आमेन, പറ്റിയില്ലെങ്കിൽ आमेन, हालेलुया। हमें समझ में नहीं आती कि परमेश्वर की शैतान कौन कार्य कर रहा है അതത്ര നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ऐसा निर्भाग्य अवस्था है ഞാൻ കേൾക്കുന്നുണ്ടോ? सभी लोग सुन रहे हैं ഹല്ലേലൂയ. clay, you are the clay. आप मिट्टी है നിങ്ങൾ കളിമണ്ണാണ്. आप एक मिट्टी है കളിമണ്ണിന്റെ ഗുണം क्ले का गुण the master can mold it and remold it. कि hallelujah. जो मालिक जो है उसे कैसा भी बना सकता है പണിയാൻ പറ്റും, वो बना सकता है പുതുക്കി പണിയാൻ പറ്റും. फिर से नया बना सकते हैं आमेन മാൽ ഫംഗ്ഷനിങ് ഉണ്ടോ? माल फंक्शनिंग है ദൈവത്തിന്റെ പർപ്പസ് അല്ലയോ? परमेश्वर की योजना नहीं है ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞാട്ടെ. आज मुंह खोल के कहो കുശവന്റെ കയ്യിൽ कि कुम्हार के हाथ में കളിമണ്ണ് പോലെ मिट्टी की समान ഞാൻ എന്നെ തരുന്നു. मैं अपने आप को समर्पण करता എന്നെ നീ हूँ പണിയണമേ. मुझे बना तू प्रभु പ്രവാചകനായ യെരമ്യാവിനെ ദൈവം കുശവന്റെ വീട്ടിലേക്ക് വിട്ടു. कि ये जर्मिया को परमेश्वर ने कुम्हार के घर में भेजा എന്നിട്ട് പറഞ്ഞു और कहा കുശവൻ ചെയ്യുന്നത് നീ ഒന്ന് കണ്ടോണ്ട് നിൽക്കാൻ പറഞ്ഞു. बोले कि जो कुम्हार जो कर रहे वो तू देख के रुक യെരമ്യാ നോക്കിക്കൊണ്ട് നിൽക്കുക. जर्मिया देख के रुका കുശവൻ കളിമണ്ണ് വെച്ച് ആ ചക്രത്തിന്മേൽ വെച്ച് പണിയുക. फिर कुम्हार क्या करते हैं कि वो चक्र को ऊपर मिट्टी रख के बना रहे हैं കറങ്ങുകയാ. वो चक्कर जो घूम रहे हैं സ്പീഡിൽ കറങ്ങുകയാ. वो स्पीड में घूम रहा है കുശവൻ ഇങ്ങനെ പാത്രം വെക്കുകയാ. कि कुम्हार जो है बर्तन रखा കുശവന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്. उसके मन में एक पिक्चर The है final product should be like this. कि Hallelujah. फाइनल प्रोडक्ट इस प्रकार होना പക്ഷേ चाहिए എത്ര ശ്രമിച്ചിട്ടും कितना भी कोशिश ഈ करके പാത്രം അവന്റെ ഇഷ്ടത്തിനാ പണിയുന്നത്, അവന്റെ ഇഷ്ടത്തിനാ പോകുന്നത്. कि ये जो बर्तन है अपने हिसाब से जा रहा है കുശവൻ എന്ത് ചെയ്തു? कुमार ने क्या किया He took the clay back from the wheel. Hallelujah. उसने उस व्हील से क्या किया उस मिट्टी को फिर से अपने हाथ അവൻ में അതിനെ लिया പിന്നെയും കുഴച്ചു. उसने फिर से उसे गोला ഏദനിൽ മണ്ണിനെ കുഴച്ചവൻ, ഏദനിൽ മണ്ണിനെ एदन में जो मिट्टी को बनाया ഒന്നുകൂടെ ഉടച്ച് വാർത്തു കുഴച്ചു. फिर से Hallelujah. उसे तोड़ मोड़ के I बनाया always used to say मैं हमेशा कहता our हूँ God is a God of second chance. हमारा परमेश्वर एक दोबारा मौका Our देने God वाला is a परमेश्वर God है of second chance. हमारा परमेश्वर फिर से मौका देने वाला If है you are malfunctioning in the purpose of God, अगर आप परमेश्वर योजना के हिसाब से नहीं चल God रहे is ready to give you another chance. परमेश्वर आपको दोबारा मौका देने को He's तैयार a है God of second chance. वो दोबारा मौका देने Oh, वाला come on, परमेश्वर church, है somebody say He is a God of second chance. अब मुंह खोल के बोलो दोबारा मौका देने वाला परमेश्वर है രണ്ടാമത് കുഴച്ചിട്ട് दोबारा बना അവന്റെ के ഹിതപ്രകാരം उसके इच्छा के ഒരു समान നല്ല പാത്രമായി പണിതു. एक अच्छा बर्तन बनाया നിങ്ങളെ പണിയാൻ പറ്റും. आपको भी बना सकता है നിങ്ങളുടെ ഹിതത്തിനല്ല, आपकी इच्छा से नहीं ദൈവത്തിന്റെ പർപ്പസ് നിങ്ങളിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. परमेश्वर की योजना आप में पूरा हो നിന്നെ കൊണ്ട് ദൈവം വലിയ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. तेरे द्वारा परमेश्वर बड़ा योजना बनाया അത് है ദൈവത്തിന്റെ രാജ്യത്തിന്റെ പദ്ധതിയാ. परमेश्वर का राज का योजना है ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രവാചകനാകാനായിരിക്കാം നിന്റെ വിളി. तो परमेश्वर का राज के भविष्यद्वक्ता बनने के लिए तेरा बुलावट ദൈവത്തിന്റെ है രാജ്യത്തിന്റെ ഇടയനാകാനായിരിക്കാം നിന്റെ വിളി. परमेश्वर का राज के जो सेवक बनना तेरा काम ദൈവത്തിന്റെ होगा പട്ടാളക്കാരനായിരിക്കാനായിരിക്കാം നിന്റെ വിളി. परमेश्वर का एक सैनिक बनाने के लिए होगा അതൊക്കെ കളഞ്ഞിട്ട് वो सब फेंक के നമ്മൾ ഈ ലോകത്തിലെ ചിലതിന്റെ പുറകെ ഓടിയാൽ हम इस दुनिया के कुछ चीजों के पीछे भागे ദൈവത്തിന്റെ പദ്ധതി നമ്മളിൽ പൂർത്തീകരിക്കപ്പെടത്തില്ല. परमेश्वर का योजना हमें पूरा नहीं होगा അതുകൊണ്ട് എത്ര പാടി പകൽക്കാലം പറയും, इसके लिए कितने लोग इस प्रकार कहेंगे കർത്താവേ ഞാൻ ഈ ഭൂമി ജനിച്ച ശേഷമല്ല, परमेश्वर में पृथ्वी में जन्म लेने की बात नहीं അതിനു മുമ്പ് തന്നെ उससे पहले ही നിന്റെ കണ്ണ് എന്നെ കണ്ടു. तेरी आंखों ने मुझे देखा എന്റെ അമ്മയും അപ്പനും എന്നെ കാണുന്നതിന് മുമ്പ് मेरा माता पिता मुझे देखने से पहले അമ്മയുടെ ഉദരത്തിൽ തന്നെ माँ के खोग में ही നിന്റെ കണ്ണ് എന്നെ കണ്ടു. तेरी आंख ने मुझे देखा
ഒരു പർപ്പസോടെ എന്നെ സൃഷ്ടിച്ചത്. एक पद्धति के साथ बनाया. കർത്താവേ, परमेश्वर, ആ പദ്ധതി എന്റെ ജീവിതത്തിൽ ഫുൾഫിൽ ആകണം. ओ योजना मेरे जीवन में पूरा होने എന്റെ दे. ഹിതമല്ല, मेरा इच्छा नहीं, നിന്റെ ഹിതം എന്നിൽ പൂർത്തീകരിക്കപ്പെടണം. तेरा इच्छा मेरे में पूरा होने दे. നിന്റെ ഹിതം എന്നിൽ പൂർത്തീകരിക്കപ്പെടണം. तेरा इच्छा मुझे पूरा होने दे. എത്ര പേർ പറയും? कितने लोग कहेगा? ആരോടാ പറയുന്നത്? ये किससे कहता है? ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയോടെ പറയുന്നത്. इस्राएल बोल के लोगों से कहता है, അവരോട് പറയുകയാണ്, उनसे कहता है, അവൻ നിന്റെ കുശവനാ. वो तेरा कुमार है. ഹല്ലേലൂയ, നിന്റെ കുശവനാവൻ. वो तेरा कुमार है. എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? क्यों इस्राएल से इस प्रकार कहा? ഇതിന്റെ കുറെ അധ്യായങ്ങൾക്ക് മുമ്പ് उससे बहुत आयत पहले യെശയ്യാവ് ഇസ്രായേലിനെ നോക്കി ഒരു ദൂത് പറഞ്ഞിരുന്നു. इस्राएल को देख के एशिया ने एक भविष्यवाणी कहा, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. कि യാക്കോബേ, तेरा सृजनहार, हालेलुया, याकूब तेरा सृजनहार, हालेलुया, तुझे बनाया परमेश्वर നിന്നെ സൃഷ്ടിച്ച ദൈവം യൂ कहते हैं, ഇങ്ങനെ പറയുന്നു, हालेलुया, നിന്നെ നിർമ്മിച്ചതാ, നിന്നെ സൃഷ്ടിച്ചതാ. तुझे सृष्टि किया हुआ है. ഞാൻ ആ ഭാഗം ഒന്ന് ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു. वो भाग में यहाँ बैठ के सोच रहा था, ഇസ്രായേലിനെ എങ്ങനെ നിർമ്മിച്ചത്? इस्राएल को कैसे बनाया? ഒറ്റ ദിവസം കൊണ്ടാണ്? एक दिन में है क्या? അല്ലെന്നേ, नहीं, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം സൃഷ്ടിപ്പിന്റെ പരിപാടി തുടങ്ങിയതാ. कि माँ के कोख में जन्म होने से पहले परमेश्वर तैयार हुआ किया. ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാ കേട്ടോ. वो जन्म लेने से पहले ही. ആദ്യത്തെ 40 വയസ്സ് ഈ യാക്കോബ് എന്ന് പറയുന്ന ആളുടെ സ്വഭാവമൊക്കെ വളരെ മോശമായിരുന്നു. पहला 40 साल याकूब का स्वभाव बहुत बेकार था. അതിന്റെ കാരണം എന്താണെന്നറിയാം? उसका कारण क्या था? അത് റോ മെറ്റീരിയൽ. അതുകൊണ്ട് वो रॉ मटेरियल था. റോ മെറ്റീരിയൽ നിങ്ങൾ പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത്. रॉ मटेरियल में आपको परफेक्शन नहीं ढूंढना है. आमीन. ആണോ? നമുക്ക് പ്രശ്നം റോ മെറ്റീരിയൽ അല്ല, നമ്മൾ പെർഫെക്ഷൻ നോക്കുന്നത്. हम क्या करते हैं? रॉ मटेरियल में हम परफेक्शन देखते हैं. നമ്മളെല്ലാം റോ മെറ്റീരിയൽ ആയിരുന്നു പണ്ട് കേട്ടോ. हम सब रॉ मटेरियल था पहले. എല്ലാ തെറ്റും തിന്മയും അശുദ്ധിയും നമ്മുടെ അകത്തുണ്ടായിരുന്നു. बहुत सारी गलती अपराध थे हमारे जीवन में. റോ മെറ്റീരിയലാ, रॉ मटेरियल है. ആ യാക്കോബിനെ നിങ്ങൾ കാണല്ലേ? वो याकूब का ആ मत देखो. യാക്കോബിന്റെ ലൈഫ് സ്റ്റൈൽ അനുകരിക്കരുത്. उस याकूब का लाइफस्टाइल के पीछे नहीं जाना है. ഒന്നാമത്തെ വ്യത്യാസം ഉണ്ടായത് पहला जब रूपांतर हुआ 40ാമത്തെ വയസ്സിലാ. 40 की उम्र में. അങ്ങനെ കേട്ടോ, ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ ഒരു സമയമുണ്ട്. कि जीवन में रूपांतर होने के समय है. നമ്മൾ അതിനെ വ്യത്യാസം എന്ന് പറയും. हम उससे फर्क कहेंगे. ദൈവം പറയും, എന്റെ പ്രോസസ് ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. परमेश्वर कहे मेरा प्रोसेस है, मैं बना रहा हूँ. ഹല്ലേലൂയ, എന്റെ കൈ പണിതുകൊണ്ടിരിക്കുക. मेरा हाथ बना रहा യാക്കോബേ, है. ഞാൻ നിന്നെ പണിയുക. याकूब मैं तुझे बना ഇത് रहा हूँ. യാക്കോബാ. तू एक अभी याकूब ഒരു है. 20 വർഷം പണിത് കഴിഞ്ഞിട്ട് एक 20 साल बनाने के ദൈവം बाद, പിന്നെയും യാബോക്കിന്റെ കടവിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, एक 20 साल बनाने के बाद याकूब के पास बोला, ഓൾമോസ്റ്റ് പണിയപ്പെട്ടു കേട്ടോ. अभी तू पूरी तरह से बना है. അപ്പൊ ഇന്ന് മുതൽ ഞാൻ നിന്നെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? अभी से मैं तुझे क्या बुलाएगा? ഇസ്രായേൽ. इस्राएल. It took long 20 years. ये 20 साल लगा. 40ാം വയസ്സ് മുതൽ 40वें साल से 60ാം വയസ്സ് വരെ 60 की उम्र तक എന്തൊക്കെ ജീവിതാനുഭവങ്ങളാ क्या क्या जीवन का अनुभव പണിതോണ്ടിരിക്കുകയായിരുന്നു. बना रहा था. ഇവൻ എന്താ പറയുന്നത്? ഇവൻ കളിപ്പീരിന്റെ ആശാനായിരുന്നു. ഹല്ലേലൂയ. ये जो धोखा देने का उस्ताद था, അപ്പൊ ദൈവം ഇവനെ പണിയാൻ വേണ്ടി परमेश्वर को बनाने के लिए ലാബാന്റെ അടുക്കലേക്ക് അയച്ചു. लाबान के पास भेजा. ഈ ജെനറ്റിക്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിയാ. ये जेनेटिक्स है, वो हकीकत है. യാക്കോബിന്റെ സ്വഭാവം ഇങ്ങനെ ആകാൻ കാരണം എന്താണെന്നറിയാമോ? याकूब का स्वभाव ऐसा होने का कारण क्या है? പറയാ അമ്മാച്ചന്റെ ഗുണമെന്ന് പറയാം. वो मामा का गुण था. അമ്മാച്ചൻ കളിപ്പീരിന്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉസ്താദാ. कि ഹല്ലേലൂയ. मामा जो है वो धोखेबाजी में मास्टर था. എനിക്ക് തോന്നുന്നു റിബേക്ക 2-3 പ്രാവശ്യം പിന്നെ യാക്കോബിനോട് പറഞ്ഞു കാണാം, എടാ മോനെ അമ്മാച്ചന്റെ സ്വഭാവം കാണിക്കരുത്. ഹല്ലേലൂയ. रिबेका ने हो सकता है 2-3 बार बोला होगा कि बेटा तू मामा का स्वभाव मत बता. ജെനറ്റിക്സ് ആകട്ടെ ഇങ്ങനെ കേറി വരും. ജെനറ്റിക്സ് ഇങ്ങനെ കേറി വരും. जेनेटिक्स से जो घुस के आता है. മനസ്സിലാവുന്നുണ്ടോ? आपको समझ में आ रहा है? हालेलुया. അപ്പൊ യാക്കോബ് ധോക്കബാജി തന്നെ ചെയ്തോണ്ടിരിക്കുക. याकूब क्या कर रहा है? 40ാം വയസ്സിൽ 40 उम्र में ദൈവം പറഞ്ഞു, നിന്നെ അമ്മാച്ചന്റെ കൈ കൊണ്ടുവിടുക കേട്ടോ. कि मैं तेरे को मामा के पास भेज रहा हूँ. क्यों? ഇതിനെക്കാട്ടിലും വലിയ കളിപ്പീരുകാരി ലോകത്തുണ്ടെന്ന് നിന്നെ പഠിപ്പിക്കാൻ പോവാ. तुझसे भी बड़ा धोखेबाज इस दुनिया में तुझे सिखाने वाला है. നാളെ നീ കളിപ്പീരിന്റെ ഉസ്താദായിരുന്നു. वो धोखेबाज था. പക്ഷെ തമ്പുരാൻ നിന്നെ പഠിപ്പിക്കുകയാ, जब परमेश्वर ഈ तुझे सिखा रहा ലോകത്ത് നിന്നെക്കാട്ടിലും വലിയ കളിപ്പീരുകാരുണ്ട്. है कि तुझसे बड़ा धोखेबाज दुनिया में എന്തിനു है. വേണ്ടിയാണെന്നറിയാമോ? क्यों? അവന്റെ കളിപ്പീരിലൂടെ പഠിച്ച് നീ അതിലും വലിയ കളിപ്പീരുകാരനാകാനല്ല. आमीन आमीन. उसका धोखेबाजी सीख के तुझे उससे भी बड़ा उस्ताद बनने के लिए നീ नहीं, ഒരു വിശുദ്ധനാകാനാ. तू एक विशुद्ध बनने के നിന്റെ लिए. കളിപ്പീരിന്റെ കിരീടം നിന്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാനാ. तेरा जो धोखेबाजी का जो मुकुट तेरे अंदर से बाहर लाने के ഈ लिए. ദൂത് കേട്ട് നഷ്ടപ്പെടരുത്. ये जो वाणी सुन के नष्ट नहीं होना है. പാസ്റ്റർ ഫിന്നി പറയുന്നതല്ല. ये पास्टर फिन्नी नहीं कह रहे. ശുദ്ധാത്മാവ് നിങ്ങളുടെ മുഖത്തുനിന്ന്
നോക്കി വിളിച്ചു പറയുന്ന ദൈവ ശബ്ദമാണ്. ये पवित्र आत्मा तुझे देख के पुकार के देने वाला शब्द है. കേൾക്കുന്നുണ്ടോ? सुन रहे हैं? കേൾക്കുന്നുണ്ടോ? सुन रहे हैं? സാധാരണഗതിയിൽ साधारण तौर पे ഒരു കളിപ്പീരുകാരന്റെ കൂടെ एक धोखेबाज के साथ വേറെ കളിപ്പീരുകാരൻ കൂടിയാൽ दूसरा धोखेबाज घुसे, പണി കൂടുതൽ പഠിക്കുക ചെയ്യേണ്ടത്. फिर क्या काम ज्यादा सीखते हैं. ശരിയല്ലേ? सही है कि नहीं? ഈ പിള്ളേരെ ദുർഗുണ പരിഹാര പാഠശാലയിൽ വിടും. क्या बोलते हैं उसके लिए? जो छोटे बच्चों जो होते हैं ना, क्राइम करेगा तो उनको ऐसे मतलब क्या बोलते हैं, जुवेनाइल कोर्ट होम में भेजेगा. सही है ना? सरकार क्या सोच रही है, मालूम है इधर जाके सुधर के आएगा? नहीं, ऐसे नहीं है. हालेलुया. सरकार जुवेनाइल कोर्ट में जाएगा, वहां जाके क्या सीख के आएगा. फिर कुछ सालों इनको क्या ना जुवेनाइल होम में रखेगा और 4 वर्षों में जुवेनाइल होम में रखेगा. ये लगता कौन बनने वाला है मालूम है? ये कुछ जानता हो, सबसे सीखने वाला है. बाकी उंडलेल्लाम പഠിക്കും. इनको जो नहीं जानते तो वो भी सीखने वाला है. ഇവൻ അറിയാമയത്തതും പഠിക്കും. वो बड़ा क्रिमिनल बन के बाहर आएगा. വലിയ ക്രിമിനൽ ആയി വെളി വരും. अभी तक मैंने देखा नहीं जुवेनाइल होम में जाके कोई सुतर के बाहर आया. ഇന്ന് ഞാൻ കണ്ടില്ല ജൂനിയൽ ഹോമിൽ പോയിട്ട് ആരെങ്കിലും നന്നായി വന്നു. जेल में जाएगा. ജയിലിൽ പോകും. छोटा क्रिमिनल को हम क्या करेगा, 2 साल का सजा देके अंदर डालेगा. कि കൊച്ചു ക്രിമിനലിനെ 2 വർഷം സജ കൊടുത്ത് ഹാത്ത് ഇടും. ऐसे कंपनी मिलेगा. അവിടെ ഇതുപോലത്തെ കമ്പനികൾ കിട്ടും. हालेलुया. वो सब सीख के उन्होंने बड़ा क्रिमिनल बन के बाहर आएगा. അതെല്ലാം പഠിച്ച് വലിയ ക്രിമിനലായി വെളി വരും. लेकिन പക്ഷേ याकूब को प्रभु ने ऐसे व्यक्ति के हाथ में दिया. യാക്കോബിനെ ദൈവം ഇതുപോലത്തെ വ്യക്തിയുടെ കയ്യിൽ सबसे बड़ा കൊടുത്തു. धोखाबाज लाबान. ഏറ്റവും വലിയ ചതിയൻ ലാബാൻ. याकूब को सुतारने के लिए प्रभु ने लाबान को उपयोग किया. कि യാക്കോബിനെ നന്നാക്കാൻ ലാബാനെ ഉപയോഗിച്ചു. लाबान का हालेलुया इतना धोखा याकूब खाया कि ലാബാനിൽ ഒത്തിരി ചതി യാക്കോബിന് കിട്ടി. लाबान का काम याकूब सीखा नहीं. എന്നിട്ട് ലാബാന്റെ പണികൾ അവൻ പഠിച്ചില്ല. എന്തുകൊണ്ട് പഠിച്ചില്ല? क्योंकि परमेश्वर काम कर रहे. हालेलुया. आमेन. क्योंकि परमेश्वर वहां काम कर रहा है. हालेलुया. God is at work. परमेश्वर काम कर रहा है. तेरे अंदर से उस कीड़ा को निकालने के लिए लाबान को प्रभु अभी एक हथियार बनाया है. നിന്റെ ഹത്തുന്ന ആ അണുക്കളെ വെളിയെടുക്കാനായിട്ട് ലാബാനെ ഉപയോഗിച്ചതാ. ഹലോ, നിന്നെ സർജറി ചെയ്യാനുള്ള ഒരു സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ആയി ഇപ്പോ ലാബാൻ. ഹല്ലേലൂയ. कि तेरा तुझे सर्जरी करने का सर्जिकल इंस्ट्रूमेंट था लाबान. യാക്കോബ് ശുദ്ധീകരിക്കപ്പെട്ടു. याकूब शुद्ध हुआ. അങ്ങനെയാണ് ഇടയ്ക്ക് നമുക്ക് 2 ധോക്കൊക്കെ കിട്ടിയത് നല്ലതാ കേട്ടോ. कि अगर हमें ऐसे 2-3 धोखा मिलेगा तो अच्छा है. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന്റെ ടെസ്റ്റിമണി ഞാൻ റെക്കോർഡ് ചെയ്തു. पिछले दिन एक परमेश्वर दास का टेस्टिमनी रिकॉर्ड किया. അദ്ദേഹം ജയിലിൽ പോയി. वो जेल में गया. അത് ഗൾഫിലെ ജയിലില്. वो भी गल्फ का जेल में. ഗൾഫിലെ ജയിലിന്റെ ഭിത്തിയില് गल्फ का जेल की दीवार पे മലയാളത്തിൽ എഴുതി വെച്ചിരുന്നു, कोई मलयालम में लिखा था, യേശു നിന്നെ സ്നേഹിക്കുന്നു. यीशु तुझसे प्रेम करता है. ഗൾഫിലെ ജയിലിന്റെ ഭിത്തിയിൽ മലയാളത്തിൽ ആരുടെ എഴുതി വെച്ച് യേശു നിന്നെ സ്നേഹിക്കുന്നു? कि गल्फ का जेल में दीवार में किसी ने मलयालम में लिखा था, यीशु तुमसे प्रेम करता है. യേശു നിന്നെ സ്നേഹിക്കുന്നു. बोले यीशु तुमसे प्रेम करता है. അത് ഇമ്പോസിബിൾ ആ കേട്ടോ. वो एक नामुमकिन है. എനിക്കൊന്നും അതിനു മുമ്പേ ആരെങ്കിലും ദൈവദാസന്മാരെ പിടിച്ച് അതിനകത്ത് ഇട്ട് കാണും. हो सकता है कि परमेश्वर के दास को उसमें डाला हो. ദൈവദാസന്മാർക്ക് എവിടെ പോയാലും സുവിശേഷമില്ലയോ? क्योंकि सेवक कहां भी जाएगा सुख समाचार देगा. എന്തോ ചോക്കോ കഷ്ണം കൊണ്ട് പുള്ളി അവിടെ എഴുതി വെച്ച് യേശു നിന്നെ സ്നേഹിക്കുന്നു. പുള്ളി ഓർത്ത് उसने लिख के रखा कि यीशु तुझे प्रेम करता ഇനി है. മലയാളി വരുവാണെങ്കിൽ വായിച്ചോട്ടെന്ന് ഓർത്ത് കാണും. क्योंकि कोई मलयाली आएगा तो पढ़ने दे. ആ ദൈവദാസന്റെ അനുഭവം എന്താ പറഞ്ഞെന്നറിയോ? उसका अनुभव क्या कहा? ഹല്ലേലൂയ. ദൈവം പല വഴികളും അടച്ചു. परमेश्वर बहुत सारे रास्ते बंद किया. കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു. केरला में एक पॉलिटिकल पार्टी का लीडर था. ഇലക്ഷന് സീറ്റ് കിട്ടി, इलेक्शन में सीट मिला പക്ഷെ തോറ്റുപോയി. लेकिन हार गया. കഴിഞ്ഞ ദിവസം അദ്ദേഹം സാക്ഷ്യത്തിൽ പറയാ, और गवाही में कहता है തോറ്റതിനായി സ്തോത്രം. कि हारा इसके धन्यवाद. അതെന്താ? क्यों? അത് ജയിച്ചായിരുന്നു ഞാൻ പിന്നെ വലിയ നേതാവായേനെ, अगर जीता तो और बड़ा नेता बनता പിന്നെ था. ഞാൻ അടിപിടിക്ക് പോയേനെ, फिर मैं मारा मारी के लिए എന്റെ जाता था. ആത്മാവ് നഷ്ടപ്പെട്ടേനെ. मेरा आत्मा नष्ट होता ഞാൻ था. തോറ്റത് കൊണ്ട് ഞാൻ പാസ്റ്ററായി. मैं पराजित हुआ बोल के मैं पास्टर बना. കർത്താവിനെ സ്തുതിച്ചാട്ടെ. परमेश्वर धन्यवाद दे. എല്ലാ തോൽവികൾക്കും നന്ദി പറഞ്ഞാട്ടെ. हर एक पराजय के लिए धन्यवाद कहो. Can you say thanks? क्या तू कह सकते For धन्यवाद your failures? आपकी पराजय के लिए? എല്ലാ തോൽവികൾക്കും നന്ദി. എല്ലാ തോൽവി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. सारे लोग खड़े हो जाइए. ഹല്ലേലൂയ. എല്ലാ തോൽവികൾക്കും നന്ദി. हर एक पराजय के लिए എല്ലാ धन्यवाद. വീഴ്ചകൾക്കും നന്ദി. हर एक गिरावट के लिए धन्यवाद. ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ചതികൾക്ക് നന്ദി. कि जीवन में आया हुआ पराजय के लिए അത് धन्यवाद. ചതിയനായ എന്നെ ഒരു ഇസ്രായേലാക്കി वो പണിയുകയായിരുന്നു. धोखेबाज मुझे एक इस्राएल बना रहा എന്റെ था. രൂപാന്തരത്തിനായിരുന്നു, मेरे रूपांतर के लिए എന്നെ था. മാറ്റാനായിരുന്നു, मुझे अलग करने के लिए था. ഹശകമാന റംശൽകമാന. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നുണ്ട് ദൈവമക്കളെ? आप सुन रहे हैं.
ഇസ്രായേൽ പിന്നെ ഒരിക്കലും പണ്ടത്തെ വ്യക്തിയായില്ല. इसराइल फिर पहले का व्यक्ति नहीं बना. ജീവിതത്തിലുള്ള ജീവിതാനുഭവങ്ങൾ तेरे जीवन का अनुभव കേട്ടാട്ടെ. सभी लोग सुनिए. സമ്മറൈസ് ചെയ്യാം നിന്റെ ജീവിതത്തിലുള്ള ജീവിതാനുഭവങ്ങൾ. तेरे जीवन का जो अनुभव है, ഒന്ന്, पहला ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുക. आमेन. आप बारादा हालेलुया हालेलुया. परमेश्वर तुझे बना रहा है. രണ്ട്, दूसरा, നിങ്ങളുടെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതമാണ് നിങ്ങളിൽ നിറവേറേണ്ടെന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം ദൈവം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. कि परमेश्वर आपसे कह रहे कि आपका इच्छा नहीं, परमेश्वर की इच्छा आपके जीवन में पूरा होना है. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ നല്ല മനോഹര പാത്രമായി പണിയപ്പെടും. कि आप एक अच्छा खूबसूरत बर्तन बन के बाहर निकलेगा. ലാബാനല്ല നിങ്ങളെ പണിയുന്നത്. क्योंकि लाबान नहीं आपको बना रहा है. आमीन. കർത്താവ് പണിയുന്നത്. परमेश्वर आपको बना रहा है. ലാബാൻ പണിതാൽ അവന്റെ പണി നിങ്ങൾ പഠിക്കും. कि अगर लाबान बनाएगा तो उसके काम आप सीखेगा. കർത്താവ് പണിതാൽ अगर परमेश्वर बनाएगा, പഠിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. कि वो काम सीखने परमेश्वर नहीं देगा. മാനസാന്തര അനുഭവം. ഹല്ലേലൂയ. एक मन फिराने का अनुभव. 40 വയസ്സിൽ 40 उम्र में യാക്കോബ് സ്വർഗീയ ദർശനം പ്രാപിച്ചെങ്കിൽ वो स्वर्गीय दर्शन पाया तो ദൂത് പറയാ. मैं एक वाणी कहता हूं. 40 വയസ്സിൽ 40 उम्र में സ്വർഗ്ഗത്തോളം എത്തുന്ന ഗോവേണിയുടെ ദർശനം കണ്ടെങ്കിൽ स्वर्ग तक जाने वाला सीढ़ी का दर्शन देखा. രക്ഷിക്കപ്പെട്ടവന് വലിയ കള്ളത്തരം ചെയ്യാൻ പറ്റത്തില്ല. कि जो उद्धार पाया हुआ व्यक्ति ज्यादा गलती नहीं कर सकते. നമ്മുടെ കുഴപ്പമാ ബന്ധക്കോസ്കാരുടെ. हमारा पेंटिकोस का समस्या ये है ശരിക്കും രക്ഷിക്കപ്പെട്ട ദൈവകൃപ അനുഭവിച്ച ദൈവത്തിന് കള്ളം പറയാൻ പറ്റത്തില്ല. कि एक अच्छी तरह से उद्धार पाके परमेश्वर का अनुग्रह पाया व्यक्ति बराबर झूठ नहीं कह सकते. ഫലിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. हम झूठ बोलना सिखा भी नहीं सकते. ഫലിപ്പിക്കാൻ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല. हम झूठ बोल के वहां खड़े नहीं हो पाते. പറയുമ്പോഴേ ആളുകൾ പറയും. हम जब झूठ बोलते तो लोग कहेंगे കേട്ടാലേ അറിയാം കള്ളമാണ്. तू जो बोल रहे हो सुन के कहते हैं झूठ है. യാക്കോബിന് അത് പറ്റത്തില്ല. क्योंकि याकूब से वो नहीं होगा. സ്വർഗീയ സ്പർശനം ജീവിതത്തിൽ ഉള്ളതാ. वो स्वर्गीय स्पर्शन जीवन में पाया है. അടുത്ത 20 വർഷം आने वाला 20 साल ദൈവനെ ഡെവലപ്പ് ചെയ്തു. परमेश्वर से डेवलप किया. ദൈവനെ സൃഷ്ടിച്ചു. परमेश्वर ने सृष्टि किया. ദൈവനെ നിർമ്മിച്ചു. परमेश्वर ने निर्माण किया. നീ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടവനാണോ? तू परमेश्वर से निर्माण हुआ നിന്നോട് व्यक्ति है. പറയാൻ ഒരു ദൂതുണ്ട്. तुम कहने वाले एक वाणी ഇപ്പോഴോ है. യാക്കോബേ, अभी याकूब നിന്നെ സൃഷ്ടിച്ചവനും तुझे जो सृष्टि किया, ഇസ്രായേലിൽ നിന്ന് നിർമ്മിച്ചവനുമാകുന്ന इस्राएल तुझे निर्माण करने യഹോവ वाला, ഇപ്രകാരം അരുളി ചെയ്യുന്നു. कि यहोवा इस प्रकार कहता है. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട. आमीन आमीन. तू भयभीत मत हो. നീ ഭയപ്പെടേണ്ടെന്ന്. तू भयभीत मत ഞാൻ हो. നിന്റെ കൂടെ ഉണ്ടെന്ന്. मैं तेरे साथ ഞാൻ हूँ. നിന്റെ കൂടെ ഉണ്ടെന്ന്. मैं तेरे साथ हूँ. തീയിൽ കൂടി കടന്നാൽ കുഞ്ഞുങ്ങൾ വന്നാട്ടെ. തീയിൽ കൂടെ കടന്നാൽ अगर तू अग्नि से ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. अगर तू आग से गुजरेगा तो वो तुझे भस्म नहीं നദി करेगा. നിന്നെ മുക്കത്തില്ല. नदी तुझे डुबाएगा नहीं. എന്തുകൊണ്ട് മുക്കത്തില്ല? क्यों नहीं डुबाएगा? നീ ദൈവത്താൽ പണിയപ്പെട്ടവനാ. क्योंकि तू परमेश्वर के द्वारा बना निर्माण हुआ है. ഇന്ന് നീ മുങ്ങുന്നവൻ അല്ലെങ്കിൽ ഇന്ന് നിന്നെ മുക്കാൻ പറ്റും. आज तू डूबता है या फिर आज तुझे डुबा सकता है. പക്ഷെ ദൈവത്തിന്റെ പർപ്പസ് അനുസരിച്ച് നീ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ अगर तू परमेश्वर की योजना के साथ बना. നിങ്ങളേക്ക് പാസ്റ്റർ എന്നിട്ടും പണ്ടൊക്കെ ഒത്തിരി ഞാൻ മുങ്ങിയില്ലേ? മുങ്ങും. കാരണം എന്താ? ദൈവത്തിന്റെ പർപ്പസിലല്ല നിൽക്കുന്നത്. क्या तू बोलेगा कि मैं तो बहुत बार डूबा है? नहीं, क्योंकि तू परमेश्वर की योजना में नहीं रुका है. നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെ ഓടുന്നത്. हमारी इच्छाओं के पीछे भागा. പക്ഷേ लेकिन ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വന്നാൽ, परमेश्वर की योजना में आएंगे, വചനത്തിലേക്ക് വന്നാൽ, वचन में आएगा, വചനമനുസരിച്ചാൽ वचन मानेगा, നീ മുങ്ങിപ്പോത്തില്ലെന്ന്. तू डूबेगा नहीं. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ലെന്ന്. अग्नि तुझे भस्म नहीं कर पाएगा. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. एक स्पेशल നീ प्रोटेक्शन है. സൃഷ്ടിക്കപ്പെട്ടവനാ, നീ നിർമ്മിക്കപ്പെട്ടവനാ. तू सृष्टि हुआ है, तू निर्माण How हुआ है. are you completely formed for the purpose of God? तू Hallelujah. पूरी तरह से परमेश्वर के लिए बना हुआ There है. will be a special protection for you. तेरे ऊपर एक खास प्रोटेक्शन रहेगा. Hallelujah. हालेलुया. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. परमेश्वर को धन्यवाद दे. പറഞ്ഞാട്ട് കർത്താവേ അനുഭവങ്ങൾക്ക് നന്ദി. परमेश्वर बोला अनुभव के लिए धन्यवाद. ആ തോൽവികൾക്ക് നന്ദി. वो पराजय के लिए धन्यवाद. ചതി പറ്റിയതിന് നന്ദി. धोखा हुआ धन्यवाद. कारण എന്റെ ജീവിതത്തെ നീ മോൾഡ് ചെയ്യുകയാണ്. तू मेरे जीवन को बना रहा है. എങ്ങനെ അറിയാൻ പറ്റും ദൈവത്തിന്റെ ഹിതം? कैसे जान सकते हैं परमेश्वर की इच्छा? ഇതാണ് മാനുവൽ. ये है हमारा मैनुअल. ഇത് വായിച്ചു. ये पढ़ो. आमीन. ഇത് വായിച്ചു. ये पढ़ो. വേദോസ്തം വായിച്ചു. वचन को पढ़ो. റോജീഷ് ബ്രദർ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കാര്യം പറഞ്ഞു. റോജീഷ് ब्रदर ने एक बात कहा. റോജീഷ് പറഞ്ഞു പണ്ട് വേദപുസ്തകം ഇങ്ങനെ ചടങ്ങ് പോലെ വായിക്കും, ഇപ്പം വേദപുസ്തകം വായിക്കാൻ ഒരു ആവേശം വന്നു പറഞ്ഞു. बल्कि पहले वचन ऐसे ही पढ़ता था, लेकिन अभी वचन पढ़ने का बहुत इच्छा है. ഇപ്പൊ ഭയങ്കര ക്യൂരിയോസിറ്റിയാ വായിക്കാൻ. अभी पढ़ने का बहुत इच्छा है. ഞാൻ പറഞ്ഞു യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. आप सही दिशा में ट्रैक में हैं. ചടങ്ങാട്ടാ വായിച്ചത്. पहले ऐसे ही पढ़ा. ഇപ്പൊ ഒരു കൊതിയാ വായിക്കാൻ. अभी पढ़ने का इच्छा है. ആ കൊതി വന്നെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ പണി തുടങ്ങി കഴിഞ്ഞു. मैं अगर इच्छा आ रहा है, उसका मतलब पवित्र आत्मा का काम शुरू हुआ है. കൊതിയോട് വായിച്ചോ. इच्छा के साथ पढ़ो. കൊതിയോട്. This is the manual. ये मैनुअल है.
വിടുതൽ കിട്ടാൻ സൗഖ്യം കിട്ടാൻ വേണ്ടി വേദോസം വായിക്കണ്ട. कि छुटकारे के लिए आशीष के लिए मत ദൈവത്തിന് എന്നോട് എന്ത് സംസാരിക്കാനുണ്ടെന്ന് അറിയാൻ ഈ മാനുവൽ വായിച്ചു തുടങ്ങിക്കോ. നീ ഒരു അത്ഭുതമാകുമെന്ന്. आपसे परमेश्वर क्या बात करना है वो इच्छा के साथ पढ़ो, आप एक चमत्कार होगा. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ एक साथ गाएंगे, हम ആരാധിക്കാൻ പോകുക. आराधना करेंगे. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുപോൽ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുപോൽ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ
കരത്തിൽ എന്നെ വരിച്ചു. ഞാൻ ഉരുവാകും മുൻപേ എന്നെ കണ്ടു. ആ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു. ഉള്ളതുപോലെ അറിഞ്ഞിടും ഉള്ളം കൈയാട്ടാനിടും ഉന്നതനുടയവനേ. ഉള്ളതുപോലെ അറിഞ്ഞിടും ഉള്ളം കൈയാട്ടാനിടും ഉന്നതനുടയവനേ. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. 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 ഞാൻ ഉരുവാകും മുൻപേ എന്നെ കണ്ടു. ആ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു. ഉരുവാകും മുൻപേ എന്നെ കണ്ടു. ആ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു. ഉള്ളതുപോലെ അറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനുടയവനേ. ഉള്ളതുപോലെ അറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനുടയവനേ. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. Thank you, Jesus. Hallelujah. प्रार्थना നമുക്ക് प्रार्थना करेगा आज सुना वचन का सामने नम्र करके अपने आप को समर्पण करके प्रार्थना कर दीजिए. ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ താൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. कुशवंत कईल കളിമണ്ണ് പോലെ कुबार का हाथ में मिट्टी जैसे समर्पण करके कहो प्रभु आपका इच्छा के अनुसार मुझे बना लीजिए, आपका पद्धति के अनुसार. साथ में प्रार्थना करेगा.